السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. وأشهد أن محمدًا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ സീറ പഠിതാക്കളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനോടുള്ള തഖ്വ, സൂക്ഷ്മത അത് ജീവിതത്തിൽ ശീലിച്ചെടുക്കാനും എല്ലാ രംഗങ്ങളിലും പാലിക്കാനും നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ മുത്തഖീങ്ങളായി കണ്ടുമുട്ടാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അവസാനിപ്പിച്ചു. അതിനിടയിൽ നമ്മൾ ബാക്കി വെച്ചു പോയ ഒരു കാര്യമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും അതിന് ഇടയാക്കിയ പശ്ചാത്തലവും ഇന്നും പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കാറുള്ള സ്വഹാബിമാർക്കിടയിൽ ഉണ്ടായ സംഭവത്തെ ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പരാമർശിച്ചു പോയിരുന്നു. അത് പിന്നീട് വിശദീകരിക്കാമെന്ന് പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ആ ദിവസം തന്നെ മുസ്ലിങ്ങൾ അടുത്ത ഖലീഫയെ തിരഞ്ഞെടുത്തു. ചില ആളുകൾ പറയും മുസ്ലിങ്ങൾ അങ്ങനെ അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുകയായിരുന്നു. സ്വഹാബികൾക്ക് പ്രവാചകന് ശേഷമുള്ള പിൻഗാമിത്വം ആളുകളിങ്ങനെ ഓരോരുത്തരായി അവകാശപ്പെട്ട് അവസാനം നിർബന്ധിതരായി അങ്ങനെ അധികാരത്തർക്കമുണ്ടായി, സ്വഹാബിമാർ തമ്മിൽ ഷണ്ഡയുണ്ടായി. അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയാവുന്നത് എന്നൊക്കെ ഇന്നും പല ആളുകളും പറഞ്ഞു നടക്കാറുണ്ട്. വാസ്തവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുണ്ടായി അതേ ദിവസം തന്നെ മുസ്ലിങ്ങൾ അടുത്ത പിൻഗാമിയെ തിരഞ്ഞെടുത്തു എന്നത് വളരെ പോസിറ്റീവായ ഒരു കാര്യമായിട്ടാണ് നമുക്ക് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു പക്ഷേ ഒരു വലിയ ആശയക്കുഴപ്പവും വലിയ ജനങ്ങൾ തമ്മിലുള്ള കലഹവുമൊക്കെ ഒഴിവാക്കിയ വളരെ വലിയ നിർണായകമായൊരു തീരുമാനമായിരുന്നു പ്രവാചകൻ്റെ പിൻഗാമി ആര് എന്നത് തീരുമാനിച്ച് മുന്നോട്ട് പോകുക എന്ന്. അത് ഇന്നും നമുക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. മുസ്ലിങ്ങൾ, ഇസ്ലാം ഒരു സമൂഹമായി എവിടെയൊക്കെ നിലനിൽക്കുന്നു അവിടെയൊക്കെയും അതിന് കൃത്യമായ വ്യവസ്ഥയും ചിട്ടയും കാര്യങ്ങളും ഉണ്ടാകണമെന്നത് ഇസ്ലാമിൻ്റെ നിർബന്ധ ബുദ്ധിയാണ്. നിസ്കാരം അതെങ്ങനെയെങ്കിലും നിർവഹിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നോമ്പ്, മാസപ്പിറവി അതെങ്ങനെയെങ്കിലും ഓരോ വ്യക്തികൾക്കും തോന്നുന്നപടി അങ്ങനെ തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ഇബാദത്തുകളിൽ പോലും ഒരുപാട് കാര്യങ്ങളിൽ ശിക്ഷാ നടപടികൾ ഒരു സമൂഹത്തിലുണ്ടാവുക, ആ സമൂഹത്തിൽ നടക്കുന്ന തർക്കങ്ങൾക്ക് പരിഹാരം കാണുക, അവർക്ക് ദീനിയായിട്ടും ദുനിയവിയായിട്ടുമുള്ള നേതൃത്വം നൽകുക, ഇതൊക്കെയും വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്. അത് സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് അതേ ദിവസം തന്നെ അവർ നിർവഹിച്ചു എന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അവരത് തീരുമാനിച്ചിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ നിർവഹിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ പല കാര്യങ്ങളും മരണാനന്തര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ മുസ്ലിം സമൂഹം അപ്പോൾ തീരുമാനമെടുക്കേണ്ട കുറേ വിഷയങ്ങൾ ഒക്കെ അവർ തീരുമാനിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അന്ന് വരെ അറേബ്യയിൽ നിലനിന്നിരുന്ന നേതൃത്വവും അതുപോലെ തന്നെ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ നടക്കേണ്ടത് ആര്, അവർക്ക് കാര്യങ്ങൾ തീരുമാനിച്ചു കൊടുക്കേണ്ടത് ആര് എന്നതിനെ മുഴുവൻ മാറ്റിമറിച്ച ഒന്നായിരുന്നല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം. അന്ന് വരെ ഗോത്രാടിസ്ഥാനത്തിലാണ്, ഗോത്രത്തിൽ മുഖ്യന്മാരാണ് ഉണ്ടാവുക, ഓരോ കുടുംബത്തിലും മുതിർന്ന കാരണവന്മാരുണ്ടാവുക, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ഗോത്ര നേതാക്കന്മാർ, ഒന്നിലധികം ഗോത്രങ്ങളോ ഉപഗോത്രങ്ങളോ ഉണ്ടാകും, അവർ ചേർന്നൊരു സഖ്യമുണ്ടാക്കി പല ഗോത്രങ്ങളും തമ്മിൽ സഖ്യകക്ഷികളായി അങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടു പോന്നിരുന്നത്. അല്ലാതെ അവരുടെ തന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന എന്തെങ്കിലും ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലോ ആയിരുന്നില്ല. നേരെ മറിച്ച് ഇസ്ലാം വന്നു, അള്ളാഹുവിൻ്റെ റസൂല് വന്നു, അവിടെ മുമ്പുണ്ടായിരുന്ന ഈ ഗോത്രീയമായ അധികാര സ്ഥാനങ്ങൾക്കുള്ള പ്രാധാന്യം കുറഞ്ഞു. അപ്പോഴും ഉണ്ട്, ഓരോ ഗോത്രത്തിന് തലവന്മാരുണ്ടാകും, കുടുംബത്തിന് കാരണവന്മാരും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരു സമൂഹത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്വവും നേതൃത്വവും ഏത് വിഷയത്തിലാണ് ഏറ്റെടുക്കേണ്ടത് ആ സമൂഹത്തിൽ അർഹതപ്പെട്ട ആളുകളാണ് എന്ന സ്ഥിതി ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളപ്പോൾ പ്രവാചകനേക്കാൾ വലിയ അർഹതയുള്ള മനുഷ്യൻ വേറെയില്ല. നിസ്കാരത്തിന് ആരെ ഇമാമാക്കണമെന്ന് ചോദിച്ചപ്പോൾ യഉമ്മുഹും അഖ്റഉഹും ലിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്നയാൾ ആളെ നിങ്ങൾ നേതൃസ്ഥാനത്ത് ഇമാമത്തിന് നിർത്തണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഒരു ഗോത്രം വന്ന് പറഞ്ഞു, അവർ നോക്കിയപ്പോൾ 7 വയസ്സുള്ളൊരു സ്വഹാബിയാണ്, അവർക്ക് ഒരു കുട്ടിയാണ് അവർക്ക് ഇമാമാക്കാൻ കിട്ടിയത്. കാരണം ആ കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയും, എങ്കിലും അവൻ നിൽക്കട്ടെ എന്നതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി. അങ്ങനെ അദ്ദേഹം നിന്നു. ആ ചരിത്രമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേതൃത്വം എന്നതിനെക്കുറിച്ചുള്ള സങ്കല്പം മാറി. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും? മദീനയിലുള്ള അൻസാരികൾ അവരുടെ ഗോത്ര നേതാക്കന്മാരെ തിരഞ്ഞെടുത്ത് അങ്ങനെ പോകണമോ? മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളുണ്ട്, ഖുറൈശ് ഗോത്രമുണ്ട്, ഒട്ടനവധി ഗോത്രങ്ങളുണ്ടല്ലോ, ബനു സുലൈം, അതുപോലെ തന്നെ ബനു അബ്ദുൽ അഷ്ഹൽ, അങ്ങനെ മദീനയിലുള്ള ഗോത്രങ്ങൾ, ബനു നജ്ജാർ, പിന്നെ മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകൾ തന്നെ പല ഗോത്രങ്ങൾ, വേറെ പല നാടുകളിൽ നിന്നുള്ള പല ഗോത്രക്കാരായ ആളുകൾ ഒക്കെയുണ്ട്. ഇവർക്കൊക്കെ ഇനി എങ്ങനെ ഒരു നേതൃത്വം ഉണ്ടാകും? മുസ്ലിങ്ങൾ ഒരൊറ്റക്കെട്ടായാണ് ഇപ്പോഴുള്ളത്. അപ്പം ഇസ്ലാം എന്ന ദീനിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവാചകൻ്റെ പിൻഗാമി ആരായിരിക്കണം എന്നത് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ബനു സായിദ ഗോത്രക്കാരുടെ സഖീഫയിൽ വെച്ച് നടന്ന സംഭവം. സഖീഫത്തു ബനി സായിദ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. സഖീഫ എന്ന് പറഞ്ഞാൽ ആളുകൾ സാധാരണ കാര്യങ്ങൾ കൂടിയാലോചിക്കാനും തീരുമാനിക്കാനും നേതാക്കന്മാരും അതുപോലെ തന്നെ മുതിർന്ന ആളുകളുമൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു മേൽക്കൂരയൊക്കെ ഉള്ളൊരു സ്ഥലം, ഇതാണ് സഖീഫ. ആളുകൾ ഒരു പൊതുസ്ഥലം. ഖസ്റജ് ഗോത്രത്തിലെ ഉള്ളിലുള്ളൊരു ഉപഗോത്രമാണ് ബനു സായിദ. ബനു സായിദക്കാരുടെ സഖീഫയിൽ അൻസാരികളായ സ്വഹാബിമാരൊക്കെ ഒരുമിച്ച് കൂടി. പല അഭിപ്രായക്കാർ അന്ന് സ്വഹാബിമാർക്കിടയിലുണ്ടായിരുന്നു, അൻസാരികളിൽ നിന്ന്. കാരണം മദീനയിലാണല്ലോ ഉള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളപ്പോൾ ഓക്കെ, മദീനയിൽ പിന്നെ പ്രവാചകൻ എവിടെയായിരുന്നാലും പ്രവാചകനുള്ളിടത്ത് പ്രവാചകൻ തന്നെയാണ് നേതാവാകാൻ യോഗ്യൻ, ഏറ്റവും അർഹൻ പ്രവാചകനാണ്. എന്നാൽ മദീനക്കാരുടേതാണല്ലോ, മക്കയിൽ നിന്ന് വന്നവരാണ് മുഹാജിറുകൾ. അപ്പോൾ മദീനയിലുള്ള മുൻപേ അവർ ഉണ്ടായിരുന്ന അൻസാരികളായ ഗോത്രങ്ങൾ, ഖസ്റജ്, ഔസ് ഗോത്രം, ഈ ഗോത്രത്തിൽ നിന്നല്ല അൻസാരികളിൽ നിന്ന് ഒരാൾ നേതാവാകണം എന്ന് താല്പര്യമുള്ള സ്വഹാബിമാരുണ്ടായിരുന്നു. വേറെ ചില സ്വഹാബിമാർ, ഹുബാബ് ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മുഹാജിറുകൾക്കൊരു നേതാവും അൻസാരികൾക്കൊരു നേതാവും ഉണ്ടായിക്കോട്ടെ എന്നുള്ളതായിരുന്നു. മുൻപുണ്ടായിരുന്നത് പോലെ ഗോത്രം എന്ന അടിസ്ഥാനത്തിലല്ലെങ്കിലും മക്കയിൽ നിന്ന് മുഹാജിറുകൾക്കൊരു നേതൃത്വം, അൻസാരികളായ ഞങ്ങൾക്കൊരു നേതൃത്വം, അങ്ങനെ ഉണ്ടായിക്കോട്ടെ. അഥവാ ഏതൊരു സമൂഹമായിരുന്നാലും അവർക്ക് പുറത്തുള്ള ഒരാളെ നേതൃത്വത്തിൽ അവരോധിക്കാൻ അവരനുവദിക്കില്ലല്ലോ. അതൊരു സ്വാഭാവികമായൊരു മനുഷ്യനുണ്ടാകുന്നൊരു വികാരമാണ്. നമ്മൾ മലയാളികളാണെങ്കിൽ നമ്മുടെ നേതാവ് മലയാളികളാവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളൊരു ഗോത്രമായിരുന്നെങ്കിൽ നമ്മുടെ നേതാവ് വേറെ ഏതോ ഒരു ഗോത്രത്തിൽ നിന്ന് വന്നയാൾ എന്നത് ആരും ആഗ്രഹിക്കാറില്ല. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത് മുഹാജിറുകൾക്കൊരു നേതാവ്, മിന്ന അമീർ ഒമിൻകും അമീർ. അദ്ദേഹം ചർച്ചയിൽ പറഞ്ഞതാണ്, നമ്മളിൽ നിന്നൊരു നമുക്കൊരു അമീർ, നിങ്ങൾക്ക് നിങ്ങളുടേതായ അമീർ, അങ്ങനെ പോവാം. പക്ഷെ അതൊരിക്കലും സാധ്യമാവില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്ത്, പ്രത്യേകിച്ചും പ്രവാചകൻ്റെ വഫാത്തിന് ആ ഒരു വലിയൊരു അവസ്ഥ ആളുകൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയം, മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യം തകർക്കാൻ, ഇസ്ലാമിനെ തന്നെ തകർക്കാൻ പിശാചിന്
വീണ് കിട്ടിയിരിക്കുന്ന വലിയൊരു അവസരം കൂടിയാണത്. ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാക്കാം, കുഴപ്പങ്ങളുണ്ടാക്കാം. അപ്പോൾ ഈ അൻസാരികൾ ഇങ്ങനെ ബനൂ സായിദക്കാരുടെ സഖീഫയിൽ ഒരുമിച്ച് കൂടിയത് ബാക്കിയുള്ള മുഹാജിറുകൾ അറിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഞങ്ങൾ ഈ കാര്യം അറിഞ്ഞു, അൻസാരികളൊക്കെ ബനൂ സായിദക്കാരുടെ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, അവർക്ക് ഒരു താല്പര്യം, അവരിൽ നിന്നൊരാൾ അവർ തീരുമാനിച്ചിരുന്നത് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിനെ നേതാവാക്കണം എന്നുള്ളതായിരുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് ഇവരാരും അധികാരം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി ആയിരുന്നില്ല ഈ നേതൃത്വത്തെ തീരുമാനിക്കണം എന്ന രീതിയിലേക്ക് എത്തിയത്. നമുക്ക് പിന്നീട് എത്രയോ തെളിവുകൾ നമുക്കതിൽ നിന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അധികാരം എന്നതായിരുന്നു അവരുടെ മുഖ്യമായ ലക്ഷ്യം എങ്കിൽ ഒരിക്കലും നമ്മൾ ഇനി വിശദീകരിക്കാൻ പോകുന്ന വാചകങ്ങളൊന്നും ചരിത്രത്തിൽ വരില്ല. അപ്പോൾ അവരവിടെ കൂടി സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിനെ നേതാവാക്കണമെന്നായിരുന്നു അവരുടെ ഒരു മൊത്തത്തിലുള്ളൊരു തീരുമാനം. അൻസാരികളാണ്, നാട്ടുകാരാണ്. സഅദ് റളിയല്ലാഹു അൻഹു അൻസാരിയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്ന് ആളുകൾ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആളുകളുണ്ട്, മുഹാജിറുകളായ ആളുകളുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സന്ദർഭങ്ങളിലൊക്കെ ഏറ്റെടുക്കുന്ന റോൾ വളരെ ശ്രദ്ധേയമാണ്. മുസ്ലിം സമൂഹത്തിൽ ഇസ്ലാമിക ഐക്യത്തിന് ഏതെങ്കിലും തരത്തിൽ പിശാചിൻ്റേതായ ഒരു വിടവുണ്ടാകുന്നത് ഒരിക്കലും അനുവദിക്കാത്ത ആളെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതിന് ചുക്കാൻ പിടിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണ് അവരുടെ മഹത്വം നമുക്ക് ബോധ്യപ്പെടുന്ന സന്ദർഭങ്ങൾ കൂടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, അബൂബക്കർ, അല്ലയോ അബൂബക്കർ, ഇൻതലിഖ് ബിനാ ഇലാ ഇഖ്വാനിനാ ഹൗലാഇ മിനൽ അൻസാർ, നമുക്ക് അൻസാരികളായ നമ്മുടെ ഇഖ്വാൻ, നമ്മുടെ സഹോദരന്മാരുടെ അടുത്തേക്ക് പോകാം. അവിടെ ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ട്, നമുക്ക് അറിവ് കിട്ടിയല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ചെല്ലാതിരിക്കുന്നത് ശരിയല്ല. അവിടെ ഏതാണോ ശരിയായ തീരുമാനം അത് നമുക്ക് ഒരുമിച്ച് ചേർന്നാണല്ലോ എടുക്കേണ്ടത്. അങ്ങനെ അവർ പോയി. അതിനിടയിൽ അൻസാരികളായ രണ്ട് നല്ല സ്വഹാബിമാർ, സ്വാലിഹായ രണ്ട് മനുഷ്യന്മാരെ അവർ കണ്ടുമുട്ടി. അവരിവരോട് പറഞ്ഞു, നമ്മളിപ്പോൾ അവർ അൻസാരികളാണ്, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, ഒരു പക്ഷേ അതിന് തർക്കത്തിനിടയായാലോ. ഇപ്പോൾ ഉള്ളൊരു അവരുടെ ഒരു മാനസികാവസ്ഥ, അവരിൽ നിന്നൊരു അമീർ, നിങ്ങളിൽ നിന്നൊരു അമീർ എന്നാണല്ലോ. അപ്പോൾ നിങ്ങളുടേതായ ഒരു അമീറിനെ, മുഹാജിറുകളിൽ നിന്നൊരു അമീറിനെയൊക്കെ നിങ്ങൾ തിരഞ്ഞെടുത്ത് പിന്നെ കാര്യങ്ങൾ സംസാരിച്ചാൽ മതിയല്ലോ. അവരുടേതായ ഒരു കാര്യം, അൻസാരികൾ അവരുടെ അമീർ തിരഞ്ഞെടുക്കുന്നു എന്ന നിലക്ക് അതിനെ കണ്ടാൽ മതിയല്ലോ. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, അവിടെ പോയാലേ മതിയാകൂ എന്ന് പറഞ്ഞു. വല്ലാഹി ലനഅതിയന്നഹും, അള്ളാഹുവാണ് നമ്മൾ അവരുടെ അടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ സഖീഫയിൽ ഉമർ റളിയല്ലാഹു അൻഹും അബൂബക്കർ റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹും അങ്ങ് കുറച്ച് മുഹാജിറുകളും ഒക്കെ ചേർന്ന് അവിടെ എത്തി. അപ്പോൾ അവിടെ എത്തി അവർ നോക്കുമ്പോൾ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. അദ്ദേഹം പനി ബാധിച്ച് വിറച്ചുകൊണ്ടിരിക്കുകയാണ്, പുതപ്പൊക്കെ ഇട്ട് മൂടി, അത്രയധികം പനി ബാധിച്ച് അവശരാണ് അദ്ദേഹം. വിറച്ചുകൊണ്ടിരിക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അൻസാരികളായ ആളുകൾ പുറത്ത് സംസാരങ്ങളും ചർച്ചകളും ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇതാരാണ്? ഇത് സഅദാണ്, സഅദ് ഇബ്നു ഉബാദയാണ്. സഅദ് ഇബ്നു ഉബാദ എന്ന് പറഞ്ഞാൽ ചെറിയ ആളൊന്നുമല്ല. സഅദ് ഇബ്നു ഉബാദ, അതുപോലെ തന്നെ സഅദ് ഇബ്നു മുആദ്, ഇവരൊക്കെ മദീനയിൽ ഇസ്ലാം വേരുറയ്ക്കാൻ ഇവരൊക്കെ ചെയ്ത സേവനങ്ങളെ ഹിജ്റയുടെ ആ സന്ദർഭത്തിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത്രയധികം സേവനങ്ങൾ ഇസ്ലാമിന് വേണ്ടി അർപ്പിച്ച സ്വഹാബിമാരാണ് ഇവരൊക്കെ. സഅദാണ്, സഅദിന് എന്ത് പറ്റിയ? സഅദിന് നല്ല പനിയാണ് എന്നൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അൻസാരികൾ മറുപടി പറയുന്നുണ്ട്. മുഹാജിറുകൾ അവിടെ ഇരുന്നു, ഒരേ സ്ഥലത്ത് ഇരുന്നു, തറയിൽ എല്ലാവരും ഇരിക്കുകയാണ്, അവിടെ ഇരുന്നു. അപ്പോൾ അൻസാരികളിൽപ്പെട്ട അവർ ചർച്ച തുടങ്ങി. അൻസാരികളിൽ നിന്നൊരാൾ എഴുന്നേറ്റ് നിന്ന് ഹംദും സ്വലാത്തും ഒക്കെ കഴിഞ്ഞ് അവർ പറഞ്ഞു, അമ്മാബാദ്, നമ്മൾ അള്ളാഹുവിൻ്റെ സഹായികളാണ്, നമ്മൾ അൻസാരികളാണല്ലോ. ഫനഹ്നു അൻസാറുല്ലാഹ് വ കതീബത്തുൽ ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടി അങ്ങേയറ്റം എല്ലാം സമർപ്പിക്കാൻ തയ്യാറായ ഇസ്ലാമിൻ്റെ മുന്നണി പോരാളികളാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്ത് അങ്ങനെ വന്ന ആളുകളാണ് നമ്മൾ. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മുഹാജിറുകളുണ്ട്. മുഹാജിറോട് പറഞ്ഞു, നിങ്ങൾ മുഹാജിറുകളാണല്ലോ, നിങ്ങളുടെ സമൂഹം, നിങ്ങളുടെ ഗോത്രം ഇതൊക്കെ നിങ്ങളെ പുറത്താക്കി മക്കയിൽ നിന്ന് വളരെ വലിയൊരു ദുരന്തവും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്വന്തം ജന്മനാടൊക്കെ വേർപെട്ട് അങ്ങനെ നിങ്ങളിവിടെ എത്തിയ ആളുകളാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സമയത്ത് മദീനയിൽ നിന്ന് നമ്മുടെ അധികാരം കൂടി നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ നിങ്ങൾക്ക് വകുപ്പില്ലല്ലോ. നിങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കരുത്. മദീനയിൽ മദീനക്കാരാണ് നമ്മൾ, നമ്മുടെ നാടാണിത്. നമ്മുടെ നാട്ടിൽ നിങ്ങൾ മക്കയിൽ നിന്ന് വന്ന് നിങ്ങൾക്ക് അഭയം നൽകി, അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ നമ്മുടെ തന്നെ അടിസ്ഥാനത്തെ നിങ്ങൾ തകർക്കാൻ ശ്രമിക്കരുത്. അത് നമ്മുടെ നേതൃത്വത്തെ നിങ്ങൾ അപഹരിക്കാൻ ശ്രമിക്കരുത്.
അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞ് സംസാരിച്ചുകൊണ്ടായിരുന്നു. ഒരഭിപ്രായം ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം നിർവഹിച്ചതാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ, ഞാനിത് ഇവിടെ ഈ ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ മനസ്സിലിങ്ങനെ പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ വഖുന്തു സവ്വർതു മഖാലത്തൻ അഅജബത്നി, എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ എന്ത് പറയണം, എന്ത് അവിടെ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് എന്താണ് ഞാനവിടെ പറയേണ്ടത് എന്നതിന് ഞാൻ കൃത്യമായൊരു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞൊരു നോട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ സംസാരിക്കാൻ വേണ്ടി. പോയിൻ്റുകൾ ലിസ്റ്റ് ചെയ്താണ് ഞാൻ വന്നത്. അങ്ങനെ ഞാൻ സംസാരിക്കാൻ പോയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, അല അരിസിലേക്ക്, ഉമർ വേണ്ട, ഉമർ നീ സംസാരിക്കണ്ട, ഇപ്പോൾ സംസാരിക്കണ്ട. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാളും വലിയ ശബ്ദവും അതുപോലെ തന്നെ ഒരു പരുക്കൻ സ്വഭാവക്കാരനാണെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വോയിസ് ഇല്ലല്ലോ. അദ്ദേഹം പറയുന്നു, ഫകരിഹ്തു അൻ ഉഗ്ദിബഹു, അബൂബക്കറിനെ മറികടക്കാൻ, അദ്ദേഹത്തെ ദേഷ്യപ്പെടുത്താൻ, അദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് സംസാരിച്ചു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഈ സംഭവം മുഴുവൻ ഉദ്ധരിക്കുന്നത്. എന്നിട്ട് അബൂബക്കർ തന്നെ സംസാരത്തെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫകാന ഹുവ അഹ്ലമ മിന്നി വ ഔഖർ, എന്നെക്കാളും എത്രയോ വിവേകപൂർവമായ സംസാരം നടത്തുന്ന, എത്രയോ ആളുകളെ കണ്ടറിഞ്ഞ് ഓരോരുത്തരുടെയും മനസ്ഥിതി മനസ്സിലാക്കി സമാധാനചിത്തനായി സംസാരം നടത്തുന്ന ഒരാൾ തന്നെയാണ് അബൂബക്കർ. വല്ലാഹി മാ തറക മിൻ കലിമത്തിൻ അഅജബത്നി ഫി തസ്വീരി ഇല്ലാ ഖാല ഫി ബദീഹത്തി, ഞാൻ നേരത്തെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് പോയിൻ്റ് ചെയ്ത് കൊണ്ടുവന്ന ഞാൻ എന്തൊക്കെ പറയാൻ ഉദ്ദേശിച്ചോ അതൊക്കെയും ഒന്നും ലിസ്റ്റ് ചെയ്യാതെ വന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞാൻ പറയാൻ ഉദ്ദേശിച്ചതൊക്കെയും അവിടെ പറഞ്ഞു. എന്താണോ അവിടെ പറയേണ്ടിയിരുന്നത് ആ നസീഹത്തിൻ്റെ വാചകങ്ങൾ, മിസ്ലഹ അഫ്ദല മിൻഹ, ഒന്നുകിൽ അതുപോലെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അത് കൊളമായിരുന്നു, അതിനേക്കാൾ മെച്ചമായ രീതിയിൽ അദ്ദേഹം ആ വിഷയം കൈകാര്യം ചെയ്തു. സംസാരം അവസാനിപ്പിച്ച് അദ്ദേഹം മിണ്ടാതിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അന്ന് അൻസാരികളിൽ പറഞ്ഞതൊക്കെയും അംഗീകരിച്ചു കൊടുത്തു. അൻസാരികൾക്ക് അതിൻ്റേതായ അർഹതയുണ്ട്. അൻസാരികൾ പറഞ്ഞത് കളവല്ല. അൻസാരികൾക്ക് ആ നാടിൻ്റെ ഉടമസ്ഥാവകാശികൾ അൻസാരികളാണ്. മുഹാജിറുകൾ വന്നപ്പോൾ അവർക്ക് അഭയം കൊടുത്തത് അൻസാരികളാണ്. ഒക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാം. മാ ദക്കർതും ഫീകും മിൻ ഖൈരിൻ ഫഅൻതും ലഹു അഹൽ, നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടേതായ നന്മകൾ ഖൈർ നിങ്ങൾ പറഞ്ഞോ, ഫഅൻതും ലഹും അഹൽ, നിങ്ങൾ അതിന് അർഹതപ്പെട്ട ആളുകളാണ്. നിങ്ങളുടെ ആ അർഹതയൊന്നും നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അദ്ദേഹം പക്ഷേ എന്ന് പറഞ്ഞ് പിന്നെ പറയാൻ പോകുന്നത്, ഈ പറയുന്ന പ്രവാചകൻ്റെ പിൻഗാമിത്വം, ഖിലാഫത്ത്, അല്ലെങ്കിൽ ഇനി അടുത്തുള്ള നേതൃത്വം എന്ന് പറയുന്നത് അത് നമ്മൾ ആരെങ്കിലും തീരുമാനിക്കേണ്ട, നമ്മൾ കുറച്ച് ആളുകൾ ചേർന്ന് നമ്മുടെ നേതാവ് ഇന്നയാൾ എന്ന് പറഞ്ഞ് തീരുമാനിക്കേണ്ട ഒരു വിഷയമല്ല. അത് ദീനി വിഷയമാണ്. അപ്പോൾ അത് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം. വലൻ യുഅറഫ ഹാദൽ അംറു ഇല്ലാ ലിഹാദൽ ഹയ്യ് മിൻ ഖുറൈശ്, അൽ അഇമ്മത്തു മിൻ ഖുറൈശ്, നേതൃത്വം ഖുറൈശികളിൽ നിന്നാണ് ഉണ്ടാവേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതല്ലേ. മുഹാജിറുകളുണ്ട്, അൻസാരികളുണ്ട്, എല്ലാവരും ഉണ്ട് ഈ സദസ്സിൽ. നേതൃത്വം അത് ഖുറൈശികളിൽ നിന്നാകണം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതല്ലേ. ഹും ഔസത്തുൽ അറബി നസബൻ വദാറൻ, കാരണം ഗോത്രങ്ങൾ എടുത്തു കഴിഞ്ഞാലും സ്ഥാനം മഹിമ ഒക്കെ എടുത്തു കഴിഞ്ഞാലും ഹജ്ജിൻ്റെ പരിപാലകർ, കാബയുടെ പരിപാലകർ, ഈ നിരക്കിലുള്ള ഏത് മാനദണ്ഡം എടുത്താലും ഖുറൈശികൾ നേതൃത്വം വഹിക്കുക എന്നുള്ളതാണ് ഏത് തർക്കങ്ങൾക്കുമുള്ള അവസാന വാക്ക്. ഖുറൈശികളാണ് നേതൃത്വത്തിൽ വരേണ്ടത് എന്നത് പ്രവാചകൻ്റെ കൽപ്പന കൂടിയാണ്. അപ്പോൾ ഖുറൈശികളല്ലേ വരേണ്ടത്, നമ്മൾ മനസ്സിലാക്കണം. അതോടുകൂടി പ്രശ്നം കഴിഞ്ഞു നമുക്ക് വേണമെങ്കിൽ പറയാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പ്രമാണങ്ങൾ ഉദ്ധരിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതോടുകൂടി തത്വത്തിൽ പറഞ്ഞാൽ പ്രശ്നങ്ങൾ അവിടെ കഴിഞ്ഞു. പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തത്, കൂടെ ഉണ്ടായിരുന്ന രണ്ടാളുകളുടെ കൈകൾ, അദ്ദേഹം ഇരിക്കുകയാണ്, ഇങ്ങനെ കൈകൾ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, വഖദ് റദീതു ലക്കും അഹദ ഹദൈനി റജുലൈൻ, ഈ രണ്ടാളുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനെ ഫബായിഉ അയ്യഹുമാ ശിഅ്തും, എനിക്ക് ഇവരുടെ വിഷയത്തിൽ തൃപ്തിയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഇവർക്കുള്ള സ്ഥാനമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. ഒന്ന് ഉമർ, ഇപ്പുറത്ത് ഈ ഉമ്മത്തിലെ വിശ്വസ്തൻ, അമീനു ഹാദിഹിൽ ഉമ്മ എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച അശറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ്. രണ്ടാളുകളെയും കൈ പിടിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, രണ്ടാളും ഖുറൈശികളാണ്. ഫബായിഉ അയ്യഹുമാ ശിഅ്തും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ നിങ്ങൾ ഇതിൽ നിന്ന് ബൈഅത്ത് ചെയ്തോളൂ. അങ്ങനെ ഈ ഉമർ റളിയല്ലാഹു അൻഹു ഇതൊക്കെ ഉദ്ധരിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. എൻ്റെ കൈ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിടിച്ചു, അതുപോലെ തന്നെ അബൂ ഉബൈദയുടെ കൈ പിടിച്ചു എന്നുള്ളത് ഒക്കെ. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിലെ
തൻ്റെ അവസ്ഥ പറയുന്നത് കാണാൻ പറ്റും. ഒരു അബൂബക്കർ എന്ന മനുഷ്യൻ, അദ്ദേഹം പറയുന്നത് അബൂബക്കർ എന്ന ഒരു വ്യക്തി ഒരു സമൂഹത്തിലുണ്ടാവുകയും അദ്ദേഹത്തിന് മേൽ നേതൃത്വത്തിൽ ഞാൻ എന്ന മനുഷ്യൻ വരികയും ചെയ്തത് എനിക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത, ഞാൻ വെറുക്കുന്ന കാര്യമാണ്. എനിക്കത് അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല. അത്രമാത്രം വലിയൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ അൻസാരികളിൽ നിന്നുള്ള ചില സ്വഹാബിമാർ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞ നിലപാട് ഒക്കെ ആ വാചകങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ്. മിന്ന അമീർ വമിൻകും അമീർ യാ മാഷർ ഖുറൈശ്. അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖുറൈശികളിൽ നിന്നൊരു മുഹാജിറുകളിൽ നിന്നൊരു അമീർ അഥവാ ഖുറൈശികളിൽ നിന്നൊരു അമീർ, അൻസാരികൾക്ക് മദീനക്കാരായ ആളുകൾക്ക് ഒരു അമീർ എന്നുള്ളത് പോരെ. അപ്പോഴാണ് പല ആളുകളും പിന്നെ എന്നാൽ പിന്നെ അങ്ങനെ ആയാൽ പോരെ എന്നങ്ങനെയുള്ള ഓരോ ആളുകൾ, എല്ലാ ആളുകളുണ്ടല്ലോ, പരസ്പരം പിന്നെ ശബ്ദമുയർന്നു, തർക്കങ്ങളായി, അങ്ങനെ പല പിന്നെ ആളുകൾ തമ്മിൽ വീണ്ടും അതിൽ ഒരു ഏകദേശം ഒരു ചർച്ച തീരുമാനമായ വിഷയത്തിൽ വീണ്ടും ചില ചർച്ചകളായി. അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹുവിനോട് പറയുന്നത്, ബൽ നുബായിഉക അൻത, അബൂബക്കർ നിങ്ങളെ നമ്മൾ ബൈഅത്ത് ചെയ്യാൻ പോവാണ്. ഫഅൻത സയ്യിദുന, നിങ്ങളാണ് നമ്മുടെ നേതാവ്. ഖൈറുന, ഈ കൂട്ടത്തിൽ ആരെ എടുത്താലും അബൂബക്കർ ഏറ്റവും ഖൈറായ മനുഷ്യൻ ഇപ്പോൾ നിങ്ങളെ ഉള്ളൂ. വ അഹബ്ബുന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് നമ്മളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടപ്പെട്ടയാളും താങ്കളാണ്. അതുകൊണ്ട് നുബായിഉക അൻത, നിങ്ങളെ കൈ നീട്ടുമെന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അന്നേരം അദ്ദേഹത്തിന് കൈ നീട്ടി. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു പിന്നീട് അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് കാണാൻ പറ്റും. നിങ്ങൾ എങ്ങനെ ഇത് കൈ നീട്ടി നിങ്ങൾ? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പിന്നീട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അന്നേരം ആ ഫിത്ന ഇനി ജനങ്ങൾ വീണ്ടും ഭിന്നിച്ചു പോയി, പിന്നെ അതിന്മേൽ ചർച്ച നടന്ന് പിന്നെയും ഒരു വിഷയത്തിൻ്റെ പേരിൽ അവസാനം ആളുകൾക്കിടയിൽ വീണ്ടും കുഴപ്പമുണ്ടായി, പിശാച് അത് മുതലെടുക്കുന്നത്, അതിനെ ഭയപ്പെട്ട് ഞാൻ അന്നേരം എൻ്റെ കൈ നീട്ടിക്കൊടുത്തു. അങ്ങനെ ആ സമയത്ത് ബായഅഹുൽ മുഹാജിറൂൻ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം മുഹാജിറുകൾ ബൈഅത്ത് ചെയ്തു. സുമ്മ ബായഅഹുൽ അൻസാർ, അവിടെ കൂടിയിരുന്ന അൻസാരികൾ ഒക്കെയും ബൈഅത്ത് ചെയ്തു. ഏതുവരെയെന്ന് ചോദിച്ചാൽ അതിനിടയിൽ ചില ആളുകൾ പിന്നെ ഈ ഇത് കഴിഞ്ഞതിന് ശേഷം പറയുന്നത് കാണാൻ പറ്റും. സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പനി പിടിച്ചിരിക്കുന്ന അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഒരു അൻസാരികളുടെ മദീനയുടെ ഒരു നേതാവാക്കാം എന്നുള്ള നിലക്കായിരുന്നല്ലോ ആയിരുന്നത്. അപ്പോൾ ആ തീരുമാനമൊക്കെ മാറിയപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ചില ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഖതൽതും സഅദ് ബിൻ ഉബാദ, സഅദിനെ നിങ്ങൾ കൊന്നല്ലോ. സഅദ് റളിയല്ലാഹു അൻഹു ഒരാളെ വിളിച്ചു കൊണ്ടുവന്ന് നേതൃത്വത്തിലാക്കാൻ പറഞ്ഞിട്ട് അവസാനം കാര്യങ്ങൾ മാറി മറിഞ്ഞല്ലോ. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഅദിനെ ആരും ഒന്നും ചെയ്തില്ല. ഖതലല്ലാഹു സഅദ് ബിൻ ഉബാദ, അള്ളാഹു ആണല്ലോ ഈ തീരുമാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു സംസാരമൊക്കെ ഉണ്ട്. അള്ളാഹുവിൻ്റെ വിധിയാണ് ഉണ്ടായത്, അല്ലാതെ സഅദിനെ ഇവിടെ ആരെങ്കിലും പിന്നെ നേതൃത്വം അദ്ദേഹത്തിന് കൊടുക്കുന്നതിൽ നിന്ന് തടയുകയോ അങ്ങനെ ഒന്നും ചെയ്തതല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും അധികാരമോഹത്തിന് വേണ്ടി ചെയ്തതല്ലോ. രസകരമായ കാര്യം, ഈ സഅദ് റളിയല്ലാഹു അൻഹു അന്ന് ബൈഅത്ത് ചെയ്തു. ഏതെങ്കിലും തരത്തിൽ പിന്നെ അധികാരമോഹമായി വന്ന ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് എങ്ങനെയാണ് ബൈഅത്ത് നടക്കുക? മുഹാജിറുകളും അൻസാരികളും അന്ന് അവിടെ കൂടിയിരുന്ന ആളുകളും സഅദ് റളിയല്ലാഹു അൻഹു ഒക്കെ അന്ന് ബൈഅത്ത് ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അന്ന് അലി റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവർ ഈ സ്ഥലത്തില്ലായിരുന്നു. അവർ ഈ പറയുന്ന സഖീഫത്തു ബനു സായിദയിലേക്ക് വന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്തും മറ്റു പരിപാലന കർമ്മങ്ങളുമായി അവിടെ ആ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അവരെ മുഹാജിറുകളൊക്കെ വന്നെങ്കിലും ഇവർ വന്നിട്ടില്ല. ഇതിനിടയിൽ നമുക്ക് ഒരുപാട് പിന്നെ ഈ സംഭവങ്ങളെ വ്യക്തമാക്കുന്ന ഒരുപാട് ഒട്ടനവധി ചരിത്ര സന്ദർഭങ്ങൾ കാണാൻ പറ്റും. അതിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇവരോട് വിളിച്ചു ചോദിക്കുന്നത്, അൻസാരികളോട് ചോദിക്കും, യാ മാശറൽ അൻസാർ, അല്ലയോ അൻസാരികളെ, അലസ്തും തഅലമൂൻ, നിങ്ങൾക്കറിയില്ലേ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അമറ അബൂബക്കറിൻ അൻ യഉമ്മന്നാസ്, അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞത് അൻസാരികളെ നിങ്ങൾക്കറിയില്ലേ? ഫഅയ്യുക്കും തതീബു നഫ്സുഹു അൻ യതഖദ്ദമ അബൂബക്കർ, ആ അബൂബക്കർ ഇവിടെ ജീവനോടെ ഇരിക്കെ നമ്മളിൽ ആർക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അബൂബക്കറിനെ മുൻകടക്കാൻ കഴിയുന്നത്? അബൂബക്കറിനേക്കാളും ഒരു പടി കടന്ന് ഇമാമായി മുന്നിൽ നിൽക്കാൻ കഴിയുന്നത് നിങ്ങളിൽ ആർക്കാണ്? അൻസാരികൾ തിരിച്ചു പറഞ്ഞത് ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട്, സ്വഹീഹായ ഹദീസാണ്. നഊദു ബില്ലാഹി അൻ നതഖദ്ദമ അബൂബക്കർ, അബൂബക്കറിനെ മുൻകടക്കുക എന്നത് അള്ളാഹുവിനോട് നമ്മൾ നഊദു ബില്ലാ, അള്ളാഹുവിനോട് നമ്മൾ ശരണം ചോദിക്കുന്നു, രക്ഷ തേടുന്നു. അബൂബക്കറിന് മുൻകടക്കാൻ കഴിയില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നൽകിയ സ്ഥാനവും അദ്ദേഹത്തെ നിർത്തിയ സ്ഥാനവുമുണ്ട്. അതിനെ മുൻകടക്കാൻ ആരുടെ തീരുമാനത്തിനാണ് അതിനും മാത്രം വലിയ വലിപ്പമുള്ളത്? സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇത് ഇമാം അഹ്മദ് തന്നെ അദ്ദേഹത്തിന് മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസാണ്. മറ്റനവധി പണ്ഡിതന്മാരും അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ
സംസാരം നടത്തുന്ന സമയത്ത് സഅദ് റളിയല്ലാഹു ചൂണ്ടിയ പോലും അത് പറഞ്ഞു എന്നുള്ളതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻസാരികളുടെ ഫദ്ലും കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു കൊടുത്തു. എന്നിട്ട് അൻസാരികളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസൊക്കെ അബൂബക്കർ റളിയല്ലാഹു ഉദ്ധരിക്കുന്നുണ്ട്. ലൗ സലക്കന്നാസു വാദിയൻ വസലക്കത്തിൽ അൻസാറു വാദിയൻ സലക്തു വാദിയൽ അൻസാർ. ആളുകളൊക്കെയും ഒരു താഴ്വരയിലൂടെ നടന്നു പോവുകയും അതിനെ യാത്രാമാർഗമായി സ്വീകരിക്കുകയും അൻസാരികൾ ഒരു വാദിയിലൂടെ താഴ്വരയിലൂടെ കടന്നു പോവുകയും ചെയ്താൽ സലക്തു വാദിയൽ അൻസാർ. റസൂൽ പറഞ്ഞതാണ്, ഞാൻ അൻസാരികളുടെ ആ താഴ്വരയിലൂടെയാണ് കടന്നു പോവുക. അതൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു. നിങ്ങൾക്കത് അറിയില്ലേ എന്ന് ചോദിച്ചിട്ടാണ്, നിങ്ങൾക്കത് അറിയാമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് പറയുന്നത്. എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടല്ലോ, വലഖദ് അലിംത യാ സഅദ്, അല്ലയോ സഅദ് നിനക്കറിയില്ലേ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ വഅൻത ഖാഇദ്, നീ അവിടെ ഇരിക്കുന്ന സമയത്ത് ആ സന്ദർഭം ഓർമ്മിച്ചു കൊടുത്താണ്. അവിടെ അടുത്തിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നിനക്കറിയില്ല. ഏത് പറഞ്ഞത്? ഖുറൈശുൻ വുലാതു ഹാദൽ അംർ, ഖുറൈശികളിൽ നിന്നാണ് ഈ ഇതിൻ്റെ നേതൃത്വം ഉണ്ടാവേണ്ടത്. ഫബറുന്നാസി തബഉൻ ലിബർരിഹിം വഫാജിറുഹും തബഉൻ ലിഫാജിരിഹിം. ഖുറൈശികളിൽ നിന്ന് നല്ല ആളുകൾ, ബർറുകൾ, നല്ല സൽക്കർമ്മികൾ, അവരുടെ സൽക്കർമ്മികളായവരുടെ നേതാക്കന്മാരുടെ കൂടെ തന്നെ സൽക്കർമ്മത്തിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകും. അവരിലെ ഫാജിറുകൾ, ഖുറൈശികൾ ജാഹിലിയ കാലത്ത് ഒക്കെ അവരുടെ നേതാക്കന്മാരുടെ അതേ വഴിയെ തന്നെ പിന്തുടർന്നു പോകും. അവരുടെ വിധിയാണ് അവർക്കും ഉണ്ടാവുക. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പിന്നീട് പറയുന്ന വാചകങ്ങൾ നമുക്ക് കാണാം. സദഖ്ത്, അബൂബക്കർ താങ്കൾ സത്യമാണ് പറഞ്ഞത്. നഹ്നുൽ ഉസറാ വ അൻതുമുൽ ഉമറാ, നമ്മൾ ഉസറാക്കളാണ്. വസീർ എന്ന് പറഞ്ഞാൽ ആധുനിക ഭാഷയിൽ മന്ത്രി എന്നർത്ഥം. അഥവാ ഒരു നേതൃത്വത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു പല ഉത്തരവാദിത്തങ്ങളും വീതം വെച്ച് അയാൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകൾ എന്ന് പറയാം. വസീർ, നഹ്നുൽ ഉസറ, നമ്മൾ അൻസാരികൾ, അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിച്ച ആളുകളാണ്, ഉസറാക്കളാണ്. നമ്മളിപ്പോഴും അത് തന്നെയാണ്. വൻതുമുൽ ഉമറ, നിങ്ങളാണ് നേതാക്കന്മാർ. ശരിയാണ്, ഖുറൈശികളിൽ നിന്ന് തന്നെയാണ് അതുണ്ടാവേണ്ടത്. ഇമാം ഹൈസമി അദ്ദേഹത്തിന് മജ്മുഉ സവായിദിലൊക്കെ ഉദ്ധരിച്ച ഒരു ഹദീസാണ്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന് മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റ് അനവധി പണ്ഡിതന്മാരും അത് ഉദ്ധരിച്ചിട്ടുണ്ട്. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം അൻസാരിയാണ്. അദ്ദേഹം ഈ സന്ദർഭത്തിൽ പറഞ്ഞ വാചകം ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ കാണാം. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന മിനൽ മുഹാജിരീൻ. അദ്ദേഹം ഈ ആളുകളോട് പറയാണ്, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നമുക്കറിയാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഹി എഴുത്തുകാരനാണ്. അദ്ദേഹം പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ മുഹാജിരികളിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം പറയുകയാണ് ഈ സമയത്ത്, അദ്ദേഹം അൻസാരിയാണ്. അദ്ദേഹം പറയുന്നു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന മിനൽ മുഹാജിരീൻ. അള്ളാഹുവിൻ്റെ റസൂൽ മുഹാജിരികളിൽപ്പെട്ട ആളാണല്ലോ. റസൂൽ ഇപ്പോൾ മക്കയിൽ നിന്ന് വന്നയാളാണ്, അൻസാരി അല്ല. വ ഇന്നൽ ഇമാമ ഇന്നമാ യകൂനു മിനൽ മുഹാജിരീൻ. അതുകൊണ്ട് ഇമാം, നമ്മുടെ ഇനി അടുത്ത നേതാവ് മുഹാജിറാകുന്നതിൽ എന്താണ് പ്രശ്നം? അത് തന്നെയാണ് ആവേണ്ടത്. വനഹ്നു അൻസാറു കമാ കുന്ന അൻസാറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ മുഹാജിറായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ വന്നപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ അൻസാരികളായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ആര് വന്നാലും, മുഹാജിറുകളിൽ നിന്ന് വന്നാൽ നമ്മൾ അവരുടെയും അൻസാറുകൾ നമ്മളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നത്, ജസാക്കുമുല്ലാഹു ഖൈറൻ മിൻ ഹയ്യിൻ യാ മാശറൽ അൻസാർ. അല്ലയോ അൻസാരികളെ, അള്ളാഹു നിങ്ങൾക്ക് ജസാക്കുമുല്ലാഹു ഖൈർ, നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം തരട്ടെ. വസബ്ബത ഖായിലക്കും, ഇത് പറഞ്ഞ സെയ്ദ് ഇബ്നു സാബിത്ത്, നിങ്ങളുടെ ആ പിന്നെ വക്താവ് സംസാരിച്ചയാളെ അള്ളാഹു സ്ഥിരപ്പെടുത്തട്ടെ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും, ഇതൊക്കെ ഉണ്ടെങ്കിലും അബൂബക്കർ എന്ന മനുഷ്യൻ ഒരിക്കലും വ്യക്തിപരമായി ഒരു സ്ഥാനമോ പിന്നെ ഖിലാഫത്ത് പദമോ ആഗ്രഹിച്ചിട്ടില്ല. അത് നമുക്ക് നേരത്തെയുള്ള സംഭവത്തിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് മഹത്വം പറയാമായിരുന്നു. അദ്ദേഹം അത് പറഞ്ഞിരുന്നെങ്കിൽ ഈ കൂടിയിരിക്കുന്ന ഏത് മനുഷ്യനാണ് അതിനെ എതിർക്കാൻ? അവരുടെ കയ്യിൽ എന്താണുള്ളത്? അദ്ദേഹത്തിൻ്റെ തെളിവുകൾ നിരത്തി പറയുകയാണെങ്കിൽ അതിനെ എതിർക്കാനുള്ള ഏത് പോയിൻ്റാണ് അവിടെ കൂടിയിരിക്കുന്ന ഏത് മുഹാജിറിനാകട്ടെ അൻസാരിയാകട്ടെ ഉണ്ടാവുക? ഒരു മുഹാജിറിന് പോലും അദ്ദേഹത്തിൻ്റെ ഫദ്ൽ നിഷേധിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ എന്നിട്ടും അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നീട് പറയുന്നത് കാണാൻ, മാ കുന്തു ഹരീസൻ അലൽ ഇമാറ, ഇത് ഈ ഇമാറത്ത്, ഈ നേതൃത്വം എനിക്ക് വരണമെന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹം ഉണ്ടായിട്ടില്ല. യൗമൻ വല ലൈല, ഒരു പകലിലും ഒരു രാത്രിയിലും എനിക്കുണ്ടായിട്ടില്ല. വല സഅൽതുഹാ ഫി സിദ്ദിൻ വല അലാനിയ, ഞാനത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല. പരസ്യമായി രഹസ്യമായി ഞാനത് ചോദിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നത് പിന്നീട് പറയുന്നത് കാണാൻ പറ്റും. ഏതായാലും അന്ന് ആ ബൈഅത്ത് നടന്നു. അന്ന് സഖീഫത്തു ബനി സായിദയിൽ ഈ പറഞ്ഞ അന്ന് അവിടെ കൂടിയിരുന്ന ആളുകൾ, എല്ലാ സ്വഹാബിമാരും ഇല്ല, അവിടെ കൂടിയിരുന്ന മുഹാജിറുകളും അൻസാറുകളും ഒക്കെയും അബൂബക്കർ എന്ന മനുഷ്യന് ബൈഅത്ത് ചെയ്തു. പിറ്റേ ദിവസം എല്ലാ സ്വഹാബിമാരും ബൈഅത്ത് ചെയ്തു. പിറ്റേ ദിവസമാണ് അൽ ബൈഅത്തുൽ ആമ്മ, എല്ലാ സ്വഹാബിമാരും ചേർന്ന്. കാരണം ഇതൊരു നേരത്തെ എടുത്ത് നടത്തിയ ഒരു പരിപാടി ആയിരുന്നില്ലല്ലോ. പിറ്റേ ദിവസം മസ്ജിദുൻ നബവിയിൽ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതായത് ചൊവ്വാഴ്ച ദിവസം ആളുകളൊക്കെയും പള്ളിയിൽ ഒരുമിച്ച് കൂടി. അന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം ഒരു സംസാരം നടത്തി, ഒരു ഖുതുബ നടത്തി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അത് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ മിണ്ടാതെ താഴെ ഇരിക്കുകയും ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി ഖുതുബ നടത്തുകയും ചെയ്യുന്ന സന്ദർഭം ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്തു അർജു അൻ യഈശ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ യദ്ബുറന. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വിചാരിച്ചിരുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടേ മരിക്കുക ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂലായിരിക്കും ഏറ്റവും അവസാനം മരിക്കുന്നത്. നമ്മളൊക്കെ ജീവിതം കഴിഞ്ഞ് ഏറ്റവും അവസാനമേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ലോകത്തോട് വിട പറയൂ എന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിരുന്നത്. നമുക്കൊക്കെ മുമ്പേ പ്രവാചകൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഫയ്യക്കും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ്മാത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടല്ലോ. പക്ഷേ എന്നിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഇനി ഈ യാത്രയിൽ ഏത് പ്രകാശത്തെയാണ് പിൻപറ്റേണ്ടത്, നൂറൻ തഹ്തദൂന ബിഹി, നിങ്ങൾക്ക് അന്ധകാരമല്ലല്ലോ മുന്നിലുള്ളത്, നിങ്ങൾക്ക് പ്രകാശം അള്ളാഹു നിശ്ചയിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് തന്നിട്ടാണ് പോയത്. ഹദല്ലാഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിദായത്ത് കൊടുത്തു, എങ്ങനെ വഴി കാണിച്ചു കൊടുത്തു. വ ഇന്ന അബൂബക്രിൻ സാഹിബു റസൂലില്ലാഹ്, ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ, അള്ളാഹു വഴി കാണിച്ച അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സാഹിബാണ്, ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. സാനി യസ്നൈൻ, അള്ളാഹു രണ്ടാമൻ എന്ന് വിശേഷിപ്പിച്ചയാളാണ് അബൂബക്കർ. ഉമർ റളിയല്ലാഹുവിൻ്റെ വാക്കുകളാണിത് ഖുതുബയിൽ. ഫൈന്നഹു ഔലൽ മുസ്ലിമീന ബി ഉമൂരിക്കും, ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഏത് മുസ്ലിമിനെ എടുത്താലും മുസ്ലിങ്ങളുടെ കാര്യത്തിൽ നേതൃത്വം ഏറ്റെടുക്കാൻ, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഏറ്റവും അർഹനായ മനുഷ്യൻ അദ്ദേഹമാണ്. അതുകൊണ്ട് ഫഖൂമു ഫബായഉ, എല്ലാവരും ഇപ്പോൾ എഴുന്നേൽക്കുക, ബൈഅത്ത് ചെയ്യുക എന്ന് പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ അന്ന് എല്ലാ സ്വഹാബിമാരും ബൈഅത്തുൽ അമ്മ, പൊതുവായ ബൈഅത്ത് നമുക്കതിന് പറയാം, എല്ലാ സ്വഹാബിമാരും അന്ന് ബൈഅത്ത് ചെയ്തു. ഇമാം സുഹരി പിന്നീട് ഉദ്ധരിക്കുന്നത്, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു എന്നാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അബൂബക്കർ, താങ്കൾ മിമ്പറിൽ കയറണം, അതിൽ മിമ്പർ, താങ്കൾ മിമ്പറിൽ കയറണം. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറുന്നത് വരെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കയറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങ് കയറ്റി ആ ആളുകളൊക്കെയും വന്ന് അദ്ദേഹത്തിനെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തു. ഇമാം ബുഖാരിയൊക്കെ സംഭവം വിശദമായി ഉദ്ധരിച്ചിട്ടുണ്ട്. ബൈഅത്ത് കഴിഞ്ഞതിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്ന് നടത്തിയ പ്രസംഗവും ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഹംദും അതുപോലെ തന്നെ അള്ളാഹുവിനെ പുകഴ്ത്തുകയും ആമുഖവും ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. ഇത് ചരിത്രത്തിൽ പ്രസിദ്ധമായ ഒരു ഖുത്ബ കൂടിയാണ്. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഫഇന്നി ഖദ് ഉല്ലീതു അലൈക്കും, ഞാനിതാ നിങ്ങളുടെ മേൽ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പോലുമല്ല ആ വാചകങ്ങൾ. അദ്ദേഹം പറയുന്ന വാചകങ്ങൾ ഖദ് ഉല്ലീതു അലൈക്കും, ഞാനിതാ എങ്ങനെയൊക്കെയോ ഈ അധികാരത്തിൽ നിങ്ങളുടെ മേൽ അധികാരം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലസ്തു ബിഖൈരിക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറായ മനുഷ്യൻ ഞാനാണ് എന്നതുകൊണ്ടൊന്നും അല്ല ഇത് എനിക്ക് നൽകപ്പെട്ടത്. ഈ അബൂബക്കർ തന്നെ ഈ ഖുതുബയെ മാത്രം എടുത്ത് ചില പണ്ഡിതന്മാർ ഇതിൽ ഓരോ വാചകങ്ങളെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ ഈ പറയുന്ന ഇമാറത്ത് ഒരു മനുഷ്യൻ ആഗ്രഹിക്കാത്തത്, ആഗ്രഹിക്കാൻ പാടില്ലാത്തത്, നേതൃത്വത്തിലേക്ക് എത്തണമെന്ന് അങ്ങനെ അധികാരമോഹം ഉണ്ടാകാൻ പാടില്ലാത്തത്, ആ വാചകത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. ഞാൻ നിങ്ങൾക്ക് മേൽ അധികാരം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഉല്ലീതു അലൈക്കും, ഏറ്റിരിക്കുന്നു എന്നല്ല. വലസ്തു ബി ഖൈരിക്കും, ഒരാൾക്ക് അധികാരം കിട്ടിയാൽ അയാളാണ് സമൂഹത്തിലെ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ എന്ന ധാരണയും ശരിയല്ല. സമൂഹത്തിൽ അയാളെക്കാൾ ഉത്തമനായ മനുഷ്യരുണ്ടായിരിക്കാം, ഇവിടെ ഏതായാലും ഇല്ല. പക്ഷെ അബൂബക്കറിൻ്റെ വാചകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരാളൊരു സമൂഹത്തിൻ്റെ നേതാവായി എന്ന് പറഞ്ഞാൽ നേതൃത്വം അള്ളാഹു ചില ആളുകൾക്ക് കൊടുക്കുന്ന തൗഫീഖാണ്. ചില ആളുകൾക്ക് അവരുടെ റോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്, അവർക്കുള്ളൊരു പരീക്ഷണം കൂടിയാകും അത്. അതുകൊണ്ടാണ് അത് ആഗ്രഹിക്കരുതെന്നും അത് കിട്ടിയാൽ അത്രത്തോളം സൂക്ഷ്മമായി ഇടപെടണമെന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിപ്പോയത്. വലസ്തു ബി ഖൈരിക്കും, ഞാൻ നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ അല്ല. ഫഇൻ അഹ്സൻതു ഫഅയ്നൂനി, അതുകൊണ്ട് ഞാൻ നല്ലത് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കണം, എൻ്റെ നന്മയിൽ നിങ്ങൾ എൻ്റെ കൂടെ വേണം. വൈൻ അസഅതു ഫഖവ്വിമൂനി, ഞാൻ തെറ്റായത് പ്രവർത്തിക്കുകയാണെങ്കിൽ എന്നെ നിങ്ങൾ ശരിയാക്കണം. ഫഖവ്വിമൂനി, നേരെയാക്കണം നിങ്ങൾ എന്നെ. അസ്സിദ്ഖു അമാന, സത്യസന്ധത എന്ന് പറയുന്നത് ഒരു വിശ്വസ്തതയാണ്. അത് പൂർത്തീകരിക്കേണ്ട മനുഷ്യന്മാർ തമ്മിലുള്ളതാണ്. സത്യസന്ധമായി പെരുമാറുക, അതൊരു മനുഷ്യൻ അധികാരം ഏറ്റെടുത്താൽ അത് ഒരു വിശ്വസ്തതയാണ്, അമാനത്താണ്, അത് നിർവഹിക്കണം. വൽ കദിബു ഖിയാന, കളവ് വഞ്ചനയാണ്. അബൂബക്കറിൻ്റെ ഖുതുബയാണ്.
അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ക്രമം ഈ ഖുതുബയെ വിശദീകരിച്ച നേരത്തെ പറഞ്ഞ പോലെ പല പണ്ഡിതന്മാരും പറയുന്നത് കാണാൻ പറ്റും. ഒരു ഏതെങ്കിലും ഒരു സംഗതിയുടെ നേതൃത്വത്തിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അയാൾ എന്താണ് അയാൾ സ്വീകരിക്കുന്ന തത്വങ്ങൾ, അയാൾ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, പ്ലാൻ എന്താണെന്നുള്ളത് ബാക്കിയുള്ള ആളുകളോട് ആദ്യം പറയണം എന്നതിന് തെളിവ് ആയി പല പണ്ഡിതന്മാരും ഇതിന് ഉദ്ധരിക്കാറുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അദ്ദേഹത്തിൻ്റെ ഭരണനിർവഹണ രീതിയുടെ ചുരുക്കം പറയാണ്, വല്ലാഹി ഫീക്കും ഖവിയ്യുൻ ഇൻദി ഹത്താ ഉരിഹ അലൈഹി ഹഖഹു ഇൻഷാ അല്ലാഹ്. നിങ്ങളിൽ ഏറ്റവും, അഥവാ മുസ്ലിങ്ങളിൽ ഏറ്റവും ദുർബലൻ ഇനി മുതൽ എൻ്റെ അടുക്കൽ, അഥവാ അബൂബക്കർ സിദ്ദീഖ് എന്ന ഖലീഫയുടെ അടുക്കൽ ഏറ്റവും ശക്തനായിരിക്കും. ഞാൻ അയാളുടെ ഹക്ക്, അയാൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത്, അയാൾക്ക് എന്താണോ ആളുകൾ തട്ടിയെടുത്ത അവകാശം, അത് തിരിച്ചു കൊടുക്കുന്നത് വരെ അയാളായിരിക്കും എൻ്റെ അടുക്കൽ ഏറ്റവും ശക്തൻ, നിങ്ങളിൽ ഏറ്റവും ദുർബലൻ. വൽ ഖവിയ്യു ഫീക്കും ദഈഫുൻ ഇൻദി ഹത്താ ആഖുദൽ ഹഖ മിൻഹു ഇൻഷാ അല്ലാഹ്. നിങ്ങളിൽ ഏറ്റവും ശക്തൻ, അഥവാ പണവും പ്രതാപവും ഒക്കെയുള്ള ആളുകളുണ്ട്, അവരൊക്കെ എൻ്റെ അടുത്ത് ദുർബലരായിരിക്കും. ഞാൻ അവരിൽ നിന്ന് എന്തൊക്കെയാണോ അവർ കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അവരുടെ ബാധ്യതകൾ, അത് ഞാൻ അവരിൽ നിന്ന് എടുക്കുന്നത് വരെ. അഥവാ ഈ സമൂഹത്തിലെ ഏറ്റവും ദുർബലനായാലും അബൂബക്കറിൻ്റെ അടുക്കൽ അവന് ഏറ്റവും ശക്തനായിരിക്കും. അവനുള്ള ബാധ്യതകൾ അവന് കിട്ടുന്നത് വരെ അവൻ എൻ്റെ അടുക്കൽ ഏറ്റവും ശക്തനായിരിക്കും. ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കും. ഈ സമൂഹത്തിൽ എത്ര ഉന്നതനായിരുന്നാലും ശരി, അവൻ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ, അവൻ എന്തെങ്കിലും മുസ്ലിങ്ങൾക്ക് ബാധ്യതയുണ്ടെങ്കിൽ, അവനിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടേണ്ട അവകാശങ്ങളും അവൻ നിർവഹിക്കേണ്ട ബാധ്യതകളും ഉണ്ടെങ്കിൽ അത് അവനിൽ നിന്ന് ഞാൻ നിർവഹിപ്പിക്കും എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്. പിന്നെ ലാ യദഉ ഖൗമുൽ ജിഹാദ ഫീ സബീലില്ലാ ഇല്ലാ ദറബഹുമുല്ലാഹു ബിദ്ദുൽ. ജിഹാദിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു സമൂഹം ജിഹാദിനെ ഉപേക്ഷിക്കുന്നു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നിന്ദ്യത കൊണ്ട് പരീക്ഷിക്കാതിരിക്കുകയില്ല. അവർക്ക് നിന്ദ്യതയായിരിക്കും ഫലം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടാനും എന്തും ത്യജിക്കാനുമുള്ള സന്നദ്ധത ഒരു സമൂഹത്തിനില്ല, അതിനുള്ള ധൈര്യമില്ല. ദുനിയാവിൻ്റെ കാര്യങ്ങളിലാണ് അവരുടെ ഏറ്റവും അവർ പ്രാമുഖ്യം നൽകുന്നതും അവരുടെ പ്രയോറിറ്റിയുമൊക്കെ അതിനാണ്, ജിഹാദിനല്ല, ദീനിൻ്റെ കാര്യത്തിൽ പരിശ്രമിക്കാനല്ല അവരുടെ ലക്ഷ്യമെങ്കിൽ അള്ളാഹു നിന്ദ്യതയായിരിക്കും അവർക്ക് നൽകുന്നത്. വലാ തശീഉൽ ഫാഹിശതു ഫീ ഖൗമിൻ ഖത്തു ഇല്ല അമ്മഹുമുല്ലാഹു ബിൽ ബലാ. ഒരു സമൂഹത്തിൽ മ്ലേച്ഛതകൾ വ്യാപിക്കുകയാണെങ്കിൽ, അഥവാ അത് സർവ്വസാധാരണമായി നടക്കുകയാണെങ്കിൽ, അത്രമാത്രം ആളുകൾക്കിടയിൽ, ഒരു സമൂഹത്തിനിടയിൽ ആകമാന തിന്മകൾ സർവ്വസാധാരണമായി നിസ്സാരവൽക്കരിക്കപ്പെട്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഇല്ല അമ്മഹുമുല്ലാഹു ബിൽ ബലാ, അള്ളാഹു അവരെ വളരെ കഠിനമായ ചില ബലാഉകൾ കൊണ്ട് പരീക്ഷിക്കാതിരിക്കുകയില്ല. അഥവാ രോഗങ്ങൾ എന്ന് നോക്കിയാൽ അവിടെ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കപ്പെടുന്ന അതേ ആശയം തന്നെയാണ്. അഥവാ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഒരു സമൂഹത്തിൽ ആരാലും എതിർക്കപ്പെടാതെ തിന്മകൾ ഇങ്ങനെ സർവ്വസാധാരണമായി മ്ലേച്ഛതകൾ വ്യാപിക്കുകയാണ് എങ്കിൽ കേട്ടുകേൾവിയില്ലാത്ത രോഗങ്ങളും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പരീക്ഷണവും അവർക്കിടയിൽ ഉണ്ടാകുമെന്നുള്ളതൊക്കെ ഹദീസിൽ വന്നതുകൂടിയാണ്. അവസാനം അദ്ദേഹം പറഞ്ഞു, അത്തിയഊനി മാ അതഅതുല്ലാഹ വ റസൂല. ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എന്നെയും അനുസരിക്കണം. ഫൈദാ അസൈതുല്ലാഹ വ റസൂല ഫലാ തഅത ലി അലൈക്കും. ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും ധിക്കരിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ നിങ്ങൾക്ക് എന്നോട് അനുസരണത്തിനുള്ള ബാധ്യതയില്ല, എനിക്കതിനുള്ള അർഹത നഷ്ടപ്പെടും എന്നതാണ് അബൂബക്കർ റളിയല്ലാഹു പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഒന്നാമത്തെ ഖുതുബയാണ്, വളരെ ചെറിയ ഖുതുബ. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു മുസ്ലിം ലോകത്തിൻ്റെ ഖിലാഫത്ത് പദത്തിലേക്ക് കയറുന്നത് ഈ ഒരു സംഭവത്തിനുണ്ട്. ഇതോടുകൂടി അബൂബക്കർ റളിയല്ലാഹു ആണ് മുസ്ലിം ലോകത്തിൻ്റെ പിന്നെയുള്ള അവസാന വാക്ക്. അദ്ദേഹമാണ് പിന്നീട് നിർവഹിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു എന്ന മനുഷ്യനൊക്കെ ഈ സമയത്ത് നിർവഹിച്ച അദ്ദേഹത്തിൻ്റെതായ ആദ്യം പ്രവാചകൻ്റെ വഫാത്ത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന മാനസികാവസ്ഥയും പിന്നീട് എത്ര വേഗമാണ് മുസ്ലിം സമൂഹത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ അവിടെ ഇങ്ങനൊരു വിഷയമുണ്ടാകുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് ആ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും രമ്യമായി അതിൽ തീരുമാനങ്ങളെടുത്ത് അദ്ദേഹത്തിന് ആരും ഏൽപ്പിച്ചതല്ലല്ലോ, പക്ഷേ അതിനു വേണ്ടി സ്വയം മുന്നിട്ടിറങ്ങിയ ഉമർ റളിയല്ലാഹുവിൻ്റെ ആ ഒരു സേവനമൊക്കെ നമുക്കിവിടെ വായിച്ചെടുക്കാൻ കഴിയും. ഇവിടെ ചരിത്രത്തിൽ ഈ സംഭവം സഖീഫത്തു ബനി സായിദ എന്നുള്ള സംഭവം അതുപോലെ തന്നെ ബൈഅത്തും ഒക്കെ ഷീഇകൾ ചരിത്രത്തിൽ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ബൈഅത്തുമായി ബന്ധപ്പെട്ട് അലി റളിയല്ലാഹു അൻഹു അന്ന് ബൈഅത്ത് ചെയ്തില്ലല്ലോ. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു പിന്നീട് 6 മാസങ്ങൾക്ക് ശേഷമാണ് അലി റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തത്. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തപ്പോൾ തന്നെ അതൊരു പൂർണ്ണ മനസ്സോടുകൂടിയൊന്നും അല്ല ബൈഅത്ത് ചെയ്തത് എന്നൊക്കെ എഴുതി വെക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഗുരുതരമായ ചില ചരിത്ര സ്രോതസ്സുകൾ അവലംബിച്ചതിൽ നിന്ന് കിട്ടിയതാണ്. ഏത് വരും ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഒട്ടനവധി പ്രതികൾ വിറ്റഴിക്കപ്പെട്ട പല പുസ്തകങ്ങളിലും മുജാഹിദ്
പിന്നെ പരിസരങ്ങളിൽ നിന്ന് തന്നെ വന്ന പുസ്തകങ്ങളിൽ പോലും വരികൾ നമുക്ക് കാണാൻ പറ്റും. കുറച്ചു കാലം മുമ്പ് വരെ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങളിൽ അലി റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തപ്പോൾ ഇത് ചതിയുടെ മേലുള്ള ബൈഅത്താണ്, ഇത് അർഹതപ്പെട്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈഅത്ത് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കുറേ പിന്നെ നമുക്ക് വായിക്കാൻ പോലും കഴിയാത്ത കുറേ അലി റളിയല്ലാഹുവിൻ്റെ മേലുള്ള ആരോപണങ്ങൾ, അബൂബക്കർ ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ മേലുള്ള പിന്നെ ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷീഈകളുടെ ഈ ചരിത്രത്തിലുള്ള ഈ കുത്തിത്തിരിപ്പുകളും ഒക്കെ നമ്മൾ പ്രാധാന്യപൂർവ്വം പറയുന്നത് അതുകൊണ്ടാണ്. അതിൻ്റെ വേറെ കുറച്ച് വശങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതെന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യപൂർവ്വം പറയുന്നത്? അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ബൈഅത്തും ഖിലാഫത്തും പല പണ്ഡിതന്മാരും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചരിത്ര ഗ്രന്ഥങ്ങളിലല്ല, ഹദീസ് ഗ്രന്ഥങ്ങളിലുമല്ല. അതൊക്കെ ഉണ്ട്, അതിലൊന്നും ഇല്ലയെന്നല്ല, നേരെ മറിച്ച് അഖീദ ഗ്രന്ഥങ്ങളിലാണ്. അഖീദ ഗ്രന്ഥങ്ങളിൽ അഥവാ വിശ്വാസപരമായ ഗ്രന്ഥങ്ങളിൽ, തൗഹീദിനെക്കുറിച്ചും ഈമാനിനെക്കുറിച്ചൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങളിൽ, അഹ്ലുസുന്നയുടെ അടിസ്ഥാന ആദർശങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളിൽ അവർ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിന് ഈ സംഭവം എടുത്ത് പറയും. കാരണം നമ്മൾ മുമ്പത് പറഞ്ഞിരുന്നു, ഈ ഓർഡർ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി എന്നുള്ള ഈ ഓർഡർ വെറുതെ കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചരിത്രത്തിൻ്റെ ഇങ്ങനെ കുത്തൊഴുക്കിൽ അങ്ങനെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഓർഡറല്ല. അത് മുസ്ലിം സമൂഹത്തിൻ്റെ പിന്നെ ഐകകണ്ഠ്യേനയുള്ള ഇജ്മാഓടുകൂടിയുള്ള വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും അടിസ്ഥാനപ്പെടുത്തിയുള്ള ഓർഡറാണ് ആ ഓർഡർ. അതിനെ തെറ്റിച്ചു കളയുകയും വിശ്വാസപരമായി തന്നെ അഖീദപരമായി തന്നെ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമായി ഇവരെയൊക്കെ കാഫിറാക്കുകയും ചെയ്യുന്ന ഷീഈകളുടെ നിലപാട് മുസ്ലിം സമൂഹത്തിനുള്ളിൽ മലയാള പ്രസിദ്ധീകരണങ്ങളിൽ പോലും എത്രയേറെ കടന്നു വന്നു എന്നുള്ളതാണ് നമ്മളിതൊക്കെ ഇത്രയും പ്രാധാന്യപൂർവ്വം എടുത്തു പറയാനുള്ള കാരണം. അലി റളിയല്ലാഹു അൻഹു അന്ന് ബൈഅത്ത് ചെയ്തോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം അന്ന് ബൈഅത്ത് ചെയ്തില്ല. രണ്ട്, അദ്ദേഹം ഈ പറഞ്ഞ രണ്ടാമത്തെ ദിവസം, ആദ്യത്തെ ദിവസം അദ്ദേഹം ഏതായാലും അവിടെ ഇല്ലായിരുന്നു, രണ്ടാമത്തെ ദിവസം അദ്ദേഹം ബൈഅത്ത് ചെയ്തു. ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ ഈ പറഞ്ഞ ഈ രണ്ടാമത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ രണ്ടാമത്തെ ദിവസം ഈ മിമ്പറിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നിൽക്കുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു എന്ന് നമുക്ക് ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ ഹദീസിനെ പല പണ്ഡിതന്മാരും നിരൂപണ വിധേയമാക്കുകയും ആ ഹദീസിൽ അതിൻ്റെ റിപ്പോർട്ടർമാരിൽ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും ആ ഹദീസിനെ മറ്റ് റിപ്പോർട്ടുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ, മറ്റ് അഭിപ്രായമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അതിനൊരു കൂടുതൽ പ്രാബല്യമുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല. നേരെ മറിച്ച് രണ്ടാമത്തെ റിപ്പോർട്ട്, അഥവാ അദ്ദേഹം 6 മാസത്തിന് ശേഷം ബൈഅത്ത് ചെയ്തു, അതിനാണ് കൂടുതൽ പ്രാബല്യം നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ രണ്ട് അഭിപ്രായങ്ങളും പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിക്കുകയും പറഞ്ഞു പോരുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനവും അദ്ദേഹത്തിന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനുള്ള ഇഷ്ടവുമൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒന്നാമത്തെ ദിവസം തന്നെ ബൈഅത്ത് ചെയ്തിരിക്കാനുള്ള സാധ്യത കൂടുതൽ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഏതായിരുന്നാലും അദ്ദേഹം ബൈഅത്ത് ചെയ്യാതിരുന്നതിന് പിന്നിൽ ഈ 6 മാസം കഴിഞ്ഞൊരു ബൈഅത്ത് നടന്നു എന്ന് പറഞ്ഞാലും അതിനൊരു കാരണമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിച്ച വിശദമായ സംഭവമാണ്. അത് നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പ്രവാചകൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. ആ പ്രശ്നത്തിൻ്റെ കാതൽ ഇതാണ്. അത് ഫാത്തിമ റളിയല്ലാഹു അൻഹ മനസ്സിലാക്കിയിരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി കഴിഞ്ഞാൽ റസൂലിൻ്റെ സ്വത്തുക്കൾ, പ്രവാചകന് ഖൈബറിലുള്ളതും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും പ്രവാചകന് ലഭിച്ച യുദ്ധാർജിത ഗനീമത്തും മറ്റുമൊക്കെ സ്വത്തുക്കളുണ്ട്, അത് മക്കൾക്കിടയിൽ വീതം വെക്കപ്പെടും എന്നുള്ളതാണ്. സാധാരണ അനന്തരാവകാശികളെ പോലെ അനന്തരാവകാശം അങ്ങനെ വീതം വെക്കപ്പെടും എന്നുള്ളതായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ധാരണ. പക്ഷേ നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അതിന് മുൻപേ സ്വഹാബിമാർക്ക് നിർദ്ദേശം, അവർ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാ നൂറത്ത് മാ തറക്ന സദഖ, ലാ നൂറത്ത്, പ്രവാചകന്മാരായ നമ്മൾ അനന്തരം എടുക്കപ്പെടുകയില്ല, നമ്മുടെ സ്വത്തുക്കൾ അനന്തരമായി ഇങ്ങനെ വീതം വെക്കാൻ പാടില്ല. മാ തറക്ന സദഖ, നമ്മൾ എന്ത് വിട്ടേച്ച് പോയോ അത് സ്വതക്കയാണ്, അത് മുസ്ലിങ്ങളുടെ പൊതു സ്വത്തിലേക്കാണ് അത് പോകേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നുകൊണ്ടല്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിഷയത്തിലുള്ള നിലപാട്. ഇതാണ്. അന്ന് സ്വഹാബിമാർക്കൊക്കെ അറിയാം ഈ നിലപാട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മാത്രം അറിയുന്നൊരു നിലപാടൊന്നുമല്ലത്. അതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ മുമ്പിൽ എനിക്കൊന്നും ചെയ്യാനില്ല. അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് പറഞ്ഞോ, എന്ത് കൽപ്പിച്ചോ, എങ്ങനെ അതിൽ നിന്ന് ചെലവഴിക്കണമെന്ന് പ്രവാചകൻ എന്ത് ചെയ്തോ അത് അതേപടി ചെയ്യുക എന്നത് മാത്രമാണ് എനിക്ക് കഴിയുക.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു ആ സ്വത്തുക്കൾ, പ്രവാചകൻ്റെ പേരിലുണ്ടായ സ്വത്തുക്കൾ എങ്ങനെയായിരുന്നോ, എന്തിനു വേണ്ടിയായിരുന്നോ വിനിയോഗിച്ചിരുന്നത്, അതിനു വേണ്ടി തന്നെ അബൂബക്കറായി ഞാനും വിനിയോഗിക്കും, അത് മാറ്റം വരുത്താൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ മകൾ എന്ന നിലയ്ക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ നേരത്തെ വിചാരിച്ചത് ഉപ്പയുടെ സ്വത്തുക്കൾ കിട്ടുമെന്നായിരുന്നു. അതുകൊണ്ട് അത് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി മാനുഷികമായ ഒരു നീരസം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊക്കെയുണ്ടായി. അതുകൊണ്ട് തന്നെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും സ്വന്തം ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഈ ഒരു നീരസം അദ്ദേഹവും അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹും തമ്മിൽ ആ സമയത്ത് അത്രയധികം അടുത്ത് പ്രവർത്തിക്കുന്നതിനൊരു തടസ്സമായി നിലനിന്നു. അതൊരു യാഥാർത്ഥ്യമാണ്, ഒരു തടസ്സമായി നിലനിന്നു. അപ്പോൾ ചില ആളുകൾ ആ സമയത്ത് പല ആളുകളും വിചാരിച്ചു അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഇനി പിന്നെ ഖലീഫയാകാൻ വേണ്ടി എങ്ങാനോ, അതിനെയാണ് ഈ ആളുകൾ വളച്ചുകൊണ്ടുവരുന്നത്. ഖലീഫയാകാൻ വേണ്ടിയിട്ടാണ് അലി റളിയല്ലാഹു അൻഹു മനഃപൂർവ്വം എത്തിച്ചേരാതിരുന്നത്. അതൊന്നുമല്ല. കാരണം ഫാത്തിമ റളിയല്ലാഹു അൻഹ 6 മാസങ്ങൾക്ക് ശേഷം മരണപ്പെട്ടു. അന്ന് മരണപ്പെട്ടതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു അബൂബക്കർ തന്നെ കാണണമെന്ന് പറഞ്ഞു, ഒറ്റയ്ക്ക് കാണണമെന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു നിങ്ങളൊന്ന് എൻ്റെ വീട്ടിലേക്ക് വരണം. ഫാത്തിമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു കുറച്ച് സമയം കഴിഞ്ഞിട്ടുള്ളൂ, 6 മാസങ്ങൾക്ക്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക്, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോയി. അന്ന് അലി റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്ന് അവിടുന്ന് കരഞ്ഞുകൊണ്ട് നടന്ന സംഭാഷണങ്ങൾ ചരിത്രത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഇതൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അലി റളിയല്ലാഹു അൻഹു അന്ന് ആ വീടിനുള്ളിൽ പറയാണ്, ഇന്ന ഖദ് അറഫ്ന യാ അബൂബക്കർ ഫദീലതക്, അല്ലയോ അബൂബക്കർ നിങ്ങളുടെ ഫദീലത്ത്, നിങ്ങളുടെ ശ്രേഷ്ഠത, വമാ ആതാക അല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഔദാര്യം, നിങ്ങൾ ചെയ്ത സേവനങ്ങൾ, ഇതൊന്നും നമുക്കറിയാത്ത പ്രശ്നമല്ല, ഇതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ അതൊക്കെ അംഗീകരിക്കുന്നതാണ്. വലം നൻഫസ് അലൈക ഖൈറൻ സഖഹുല്ലാഹു ഇലൈക്, ആ വാചകം അടിവരയിട്ട് പറയേണ്ട വാചകമാണ്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഖൈർ അഥവാ ഖിലാഫത്ത് എന്ന പദവിയിലേക്ക് മുതിരിട്ടിട്ടില്ല. പക്ഷേ നമ്മൾ അഥവാ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹു നമ്മൾ വിചാരിച്ചിരുന്നത് നിങ്ങൾ നമ്മുടെ അവകാശങ്ങൾ തട്ടിയെടുത്തു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുപ്പക്കാർ എന്നുള്ള നിലക്ക്, മകൾ എന്ന നിലക്ക്, മരുമകൻ എന്ന നിലക്ക് നമുക്ക് കിട്ടേണ്ട സ്വത്തുക്കൾ അത് നമ്മുടേതാണ് എന്നുള്ളതായിരുന്നു നമ്മൾ ധരിച്ചിരുന്നത് എന്നിങ്ങനെ പറഞ്ഞു. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് നിൽപ്പിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് സത്യം, ലഖറാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ മിൻ അസ്ല മിൻ ഖറാബത്തി, എൻ്റെ കുടുംബത്തെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബമാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബന്ധമാണ്, എൻ്റെ ബന്ധത്തെക്കാൾ ഞാൻ കൂടുതൽ ചേർക്കുന്നത്. വഅമ്മല്ലദീ ശജറ ബൈനി വബൈനകും മിൻ ഹാദിഹിൽ അംവാൽ, ഈ വിഷയത്തിൽ എനിക്കും നിങ്ങൾക്കും ഇടയിലുണ്ടായ ഈ പ്രശ്നം, ഫഇന്നി ലം ആലു ഫിഹാ അനിൽ ഹക്ക് ശരിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിർദ്ദേശം അത് ശരിയായി പിന്തുടരണം എന്നല്ലാതെ എനിക്കിതിൽ മറ്റൊന്നും ഞാനിതിൽ ചെയ്തിട്ടില്ല, എനിക്കതിൽ ഒന്നും കഴിയില്ല. വലം അത്റുക് അംറൻ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉഹു ഫീഹാ ഇല്ലാ സനഅതുഹു, അള്ളാഹുവിൻ്റെ റസൂൽ അതെങ്ങനെ ചെലവഴിച്ചോ, എന്തൊക്കെ കൈകാര്യമാണോ അതിൽ ചെയ്തിരുന്നത് അതെനിക്ക് ചെയ്യണമല്ലോ പ്രവാചകൻ്റെ പിൻഗാമി എന്ന നിലക്ക്, അതല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഈ സ്വത്തുക്കൾ മറ്റേതെങ്കിലും തരത്തിൽ ഉപയോഗിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ ഒരു രേഖയും കാണാൻ കഴിയില്ല. അദ്ദേഹം സ്വന്തമായി സ്വത്തെടുത്തിട്ടില്ല. എന്താണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അത് ഉപയോഗിച്ചിരുന്നത്, അതിനുവേണ്ടി മുസ്ലിങ്ങളുടെ പൊതു സ്വത്തായി അത് പിന്നീട് ഉപയോഗിക്കപ്പെട്ടു. എന്തിനേറെ പറയുന്നു, സ്വന്തം ഖലീഫ സ്ഥാനം കിട്ടിയതിന് ശേഷം പിറ്റേന്ന് തൻ്റെ സ്ഥിരം കച്ചവടമായ തുണിക്കച്ചവടവുമായി ചന്തയിലേക്ക് ഇറങ്ങിയ മനുഷ്യനാണ് അബൂബക്കർ. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു അത് കണ്ടിട്ട് ഖലീഫക്ക് ബൈത്തുൽ മാലിൽ നിന്ന് മുസ്ലിങ്ങളുടെ പൊതുസ്വത്തിൽ നിന്നൊരു ശമ്പളം വേണ്ടേ, കാരണം ഈ കച്ചവടമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നാൽ പിന്നെ മുസ്ലിങ്ങളുടെ ഭരണകാര്യം നിർവഹിക്കാൻ സമയം കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ശമ്പളം പൊതു സ്വത്തിൽ നിന്ന് ഖലീഫയ്ക്ക് മുസ്ലിങ്ങളുടെ അധികാരിക്കൊരു ശമ്പളം വേണം എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ച് നിശ്ചയിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ ഏക വരുമാന മാർഗ്ഗമായിരുന്ന കച്ചവടം ഉപേക്ഷിച്ച് ശമ്പളം സ്വീകരിച്ചു. എന്നിട്ട് ആ ശമ്പളം സ്വീകരിച്ചത് അവസാനം മരിക്കുന്നത് വരെയും അദ്ദേഹത്തിൻ്റെ മനസ്സിന് തൃപ്തി ഉണ്ടായിരുന്നില്ല. അവസാനം മരിക്കാൻ നേരത്ത് വസിയത്തായി എഴുതി വെക്കുമ്പോൾ തൻ്റെ സ്വത്തിൽ നിന്ന് എത്ര ശമ്പളം കിട്ടിയോ ആ ശമ്പളം മുഴുവൻ ബൈത്തുൽ മാലിലേക്ക് തിരിച്ചടച്ചതിന് ശേഷം ബാക്കി എൻ്റെ സ്വത്തുക്കൾ വീതം എന്ന് പറഞ്ഞ മനുഷ്യനാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന ഇസ്ലാമിൻ്റെ 1ാമത്തെ ഖലീഫ. അപ്പം അദ്ദേഹം ആ സ്വത്ത് സ്വന്തം വ്യക്തിപരമായ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നൊരു ചിന്തയെ പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. അദ്ദേഹം എന്താണോ പ്രവാചകൻ്റെ കൽപ്പന അത് അതേ പിടിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൗഇദുക്കൽ അശിയ്യ ലിൽ ബൈഅ, 6 മാസത്തിന് ശേഷം. ഇപ്പോൾ പറയാണ്, കാരണം ആളുകൾക്കിടയിൽ പോലും പല തെറ്റിദ്ധാരണകളും ചിലപ്പോൾ ഉണ്ടായേക്കാം. അലി റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് ബൈഅത്ത് ചെയ്യുന്നില്ല, എവിടെയും കാണുന്നില്ലല്ലോ എന്നൊക്കെയുള്ള. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പറയാണ്, മൗഇദുക്കൽ അശിയ്യ ലിൽ ബൈഅ, ഇന്നുച്ചക്ക് പരസ്യമായി ബൈഅത്ത് ചെയ്യും. അങ്ങനെ അന്നത്തെ ളുഹർ നമസ്കാരത്തിന് ശേഷം
അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് ശേഷം മിമ്പറിൽ കയറി നിന്നു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആളുകളോട് അലി റളിയല്ലാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അലി എന്തുകൊണ്ടാണ്, അലിയുടെ സ്ഥാനം എന്താണ്, അലി എന്തുകൊണ്ടാണ് ബൈഅത്ത് ചെയ്യാതെ ഈ 6 മാസം എന്തുകൊണ്ടാണ് ബൈഅത്തിൽ നിന്ന് പിന്തിരിഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കാരണം ഉദർ എന്തായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ജനങ്ങൾക്കിടയിൽ എഴുന്നേറ്റ് നിന്നു. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പ്രസംഗിച്ചു. ഒരു പ്രശ്നം, ഒരു തർക്കം അതുണ്ടായിരുന്നത് കൊണ്ടാണ് ബൈഅത്തിന് വൈകിയത് എന്ന് പറഞ്ഞു. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ അർഹതയിൽ സംശയിച്ചിട്ടോ അത് വകവെച്ച് കൊടുക്കാഞ്ഞിട്ടോ അതിനെതിരായി നിലനിന്നിട്ടോ എനിക്ക് ഖലീഫ സ്ഥാനം എന്നുള്ള വിഷയമൊന്നുമല്ല എന്ന് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ, അത് സ്വാഭാവികമായിട്ടും ആശയക്കുഴപ്പങ്ങളുണ്ടാകും, അത് അദ്ദേഹം അങ്ങനെ തന്നെ അത് പറഞ്ഞു. ഇങ്ങനെ ഒരു വിഷയത്തിലായിരുന്നു നമ്മൾ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നത്. അന്ന് മുസ്ലിങ്ങളൊക്കെ അത് കേട്ട് പിന്നെ അലി റളിയല്ലാഹുവിനെ വളരെയധികം അഭിനന്ദിച്ചു എന്നാണ് ഇത് കേട്ടപ്പോൾ. കാരണം മറ്റു പലർക്കും പിന്നെ പലതരത്തിലുള്ള സംസാരങ്ങൾ നടത്താനുള്ള വഴി കൂടിയാണ് അലി റളിയല്ലാഹു തന്നെയായിട്ട് അടച്ചു കളഞ്ഞത്. അസബ്ത് അഹ്സൻത്, അലി താങ്കൾ ചെയ്തത് വളരെ ഉത്തമമായ ഒരു കാര്യമാണ് എന്ന് മുസ്ലിങ്ങൾ അദ്ദേഹത്തോട് പറയുന്നത്. ഇമാം ബുഖാരി ഇമാം മുസ്ലിമൊക്കെ വിശദമായി ഉദ്ധരിച്ച സംഭവമാണ് നമ്മൾ ചുരുക്കി പറഞ്ഞത്. ഏതായാലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനൊക്കെ ക്രോഡീകരിച്ച് പറയുന്നത് കാണാൻ പറ്റും. മുസ്ലിം ലോകത്ത് പിന്നെ അവിതർക്കിതമായ പിന്നെ ഉദ്ധരിക്കപ്പെട്ടു പോകുന്ന, മുതവാത്തിറായി ഉദ്ധരിക്കപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് അലി റളിയല്ലാഹു അൻഹു യാതൊരു തരത്തിലുമുള്ള പിന്നെ എന്തെങ്കിലും തരത്തിൽ പിന്നെ ഭീഷണി കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ വെച്ചുകൊണ്ടൊന്നും അല്ല അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തത്. ഫഖദ് ബായഊഹു മിൻ ഗൈരി ഇക്റാഹ്, ആരും നിർബന്ധിച്ചിട്ടല്ല, സ്വന്തം നിലക്ക് അദ്ദേഹം ബൈഅത്ത് ചെയ്തത്. ഒരു പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒരു പക്ഷേ അത് 2ാമത്തെ ദിവസമാകാം, നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ 6ാമത്തെ മാസമായിരിക്കാം. ഏത് ആയിരുന്നാലും അദ്ദേഹം സ്വമനസ്സാലെ പൂർണ്ണമായും അബൂബക്കർ റളിയല്ലാഹുവിനെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് ബൈഅത്ത് ചെയ്തത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഒരുപാട് പണ്ഡിതന്മാരും അതേപടി പറഞ്ഞിട്ടുണ്ട്. ഷീഇകളുടെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ അവർ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണമായി. അബൂബക്കർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് പിന്നെ ആഴത്തിൽ സ്ഥിരപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അഖീദ ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ അത് ഉദ്ധരിച്ചു എന്നതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ പ്രാധാന്യം കാണാൻ പറ്റും. ഖുർആനിലെ ആയത്തുകൾ, പ്രധാനത്തെ സൂറത്തുൽ മാഇദയിലെ 54-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി, അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ദീനിൽ നിന്ന് മുർത്തദ്ദായി പോവുകയാണെങ്കിൽ ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂന, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ടുവരികയും മുഅ്മിനീങ്ങളോട് നല്ല രൂപത്തിൽ സൗമ്യമായി പെരുമാറുന്ന, അതുപോലെ തന്നെ നിഷേധികളോട് കഠിനമായി അവരോട് യാതൊരു വിധേയത്വവും പ്രകടിപ്പിക്കാതെ അവരോട് കഠിനമായി പെരുമാറുന്ന, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്ന, ഒരാക്ഷേപകൻ്റെയും ആക്ഷേപം ഭയപ്പെടാത്ത ഒരു സമൂഹത്തെ കൊണ്ട് അള്ളാഹു പിന്നെ അവർക്ക് പകരമായി കൊണ്ടുവരും എന്ന ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് അനേകം മുഫസ്സിറുകൾ പറഞ്ഞത് ഇത് അബൂബക്കർ റളിയല്ലാഹു ഖിലാഫത്തിനെ കുറിച്ച് എന്നുള്ളതാണ്. കാരണം അബൂബക്കർ റളിയല്ലാഹു ഖിലാഫത്തിൻ്റെ കാലത്താണ് മുർത്തദ്ദികൾ ഉണ്ടായത്. അന്ന് അള്ളാഹു ഇഷ്ടപ്പെടുകയും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാക്ഷേപകൻ്റെയും ആക്ഷേപം ഭയപ്പെടാത്ത മുഅ്മിനീങ്ങളെ അത്രത്തോളം ചേർത്ത് പിടിക്കുകയും നിഷേധികളോട് കാഫിരിങ്ങളോട് അത്രത്തോളം കഠിനമായ നിലപാട് വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ഒരാൾ അബൂബക്കർ അല്ലാതെ മറ്റാരാണെന്നാണ് ചോദിച്ചത്. ഖുർആനിലെ പിന്നെ സൗർ ഗുഹയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് സാനിയ സ്നൈനി എന്ന് പ്രയോഗിച്ച സൂറത്ത് തൗബയിലെ ആയത്ത്, ഗുഹയിലെ ആ 2ാമൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച ആയത്തിനെ ഇമാം ഖുർത്തുബി വിശദീകരിക്കുമ്പോൾ അനവധി പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ചേർത്ത് വെച്ച് പറയുന്ന കാണാൻ പറ്റും. 2ാമൻ എന്ന പദപ്രയോഗം അത് എല്ലാ കാലത്തും ഉള്ളതാണ്. പ്രവാചകന് ശേഷം, പ്രവാചകൻ ഒന്നാണെങ്കിൽ 2ാമൻ അബൂബക്കറാണ്, അത് ഏത് നിലക്ക് നോക്കിയാലും എന്ന് അനവധി അദ്ദേഹത്തിൻ്റെ തന്നെ ഉസ്താദുമാരായ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി ഉദ്ധരിക്കുന്ന കാണാൻ പറ്റും. എല്ലാ രംഗത്തും പ്രവാചകൻ എന്തൊക്കെ ചെയ്തോ അത് അതേപടി പിന്തുടരാൻ 2ാമനായി ഉണ്ടായിരുന്ന അബൂബക്കറായിരുന്നു. പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം അത് നടപ്പാക്കിയതും അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഹദീസുകളിൽ എത്രയോ ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ച ഹദീസ് അത് ഏറ്റവും വലിയ ഒരു തെളിവാണ്. അബൂബക്കറിന് ഞാനൊരു കത്തെഴുതി കൊടുക്കാം ആയിഷ എന്ന് പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹ എഴുത്ത് സാമഗ്രികൾ ചോദിച്ച മരണാസന്നനായി കിടക്കുമ്പോൾ, രോഗാതുരനായി കിടക്കുമ്പോൾ പറഞ്ഞ ആ ഹദീസ് അതൊരു വലിയ തെളിവാണ്. അബൂബക്കർ അല്ലാതെ ഉമർ ഇമാമത്ത് നിൽക്കാൻ പറയട്ടെ എന്ന് വെച്ചപ്പോൾ ഇല്ല, അബൂബക്കർ അല്ലാതെ മറ്റൊരാൾ ഇമാമ് നിൽക്കുന്നത് അള്ളാഹുവും മുഅ്മിനീങ്ങളും വിസമ്മതിക്കുന്നു എന്ന് പറഞ്ഞ ഹദീസ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സമൂഹത്തിന് ഇമാമ് നിൽക്കേണ്ടത് ആ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ഖുർആനെക്കുറിച്ച് അറിയുന്ന ഏറ്റവും അറിവുള്ള മനുഷ്യനാണ് എന്നിരിക്കെ അള്ളാഹുവിൻ്റെ റസൂലിന് ശേഷം ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് പകരം അബൂബക്കറാണ് ഇമാമ് നിൽക്കണമെന്ന് പറഞ്ഞാൽ
പിന്നെ അതിലും വലിയ തെളിവ് മറ്റെന്താണ് വേണ്ടത് എന്ന് ഇമാം ഇബ്നു കസീർ, ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റഹ്മത്തുള്ളാഹിയുടെ വാചകങ്ങളൊക്കെ ഉദ്ധരിച്ച് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അവസാനത്തെ പ്രസംഗത്തിൽ അബൂബക്കറിൻ്റെ വാതിൽ, ചെറുവാതിൽ ഖൗഖത്തൊഴിച്ച് ബാക്കി മദീന പള്ളിയിലെ എല്ലാ വാതിലുകളും അടച്ചു കളയണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് തന്നെ അതിനർത്ഥം എനിക്ക് ശേഷം ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ യോഗ്യതയുള്ളതും എൻ്റെ ഈ പിൻഗാമിത്വത്തിലേക്ക് വരാൻ മറ്റാരും ആഗ്രഹിക്കേണ്ട, അത് അബൂബക്കറിന് മാത്രമുള്ളതാണ് എന്ന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ആ രൂപത്തിൽ പറഞ്ഞ ഈ ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാരാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തൊരു സ്ത്രീ വന്ന് ചോദിച്ചു, ഒരു കാര്യത്തിൽ സംശയം ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, ഇപ്പോൾ പോയി നീ പിന്നീട് വരണം എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അപ്പോൾ ആ സ്ത്രീ തിരിച്ചു ചോദിച്ചു, ഞാനിനി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ അങ്ങേ കണ്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അഥവാ അങ്ങനെ മരിച്ചു പോയാലോ എന്നുള്ളതാണ് ആ സ്ത്രീയുടെ ചോദ്യം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി എടുത്തു, ഇല്ലം തജിദിനി ഫഅതി അബൂബക്കർ, എന്നെ കണ്ടില്ലെങ്കിൽ നീ അബൂബക്കറിൻ്റെ അടുത്ത് പോകണം. ഇതൊക്കെ വ്യക്തമായ സൂചനകളാണ് എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന്, ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ അള്ളാഹു ഏറ്റവും ഖൈറാണെന്ന് വിശേഷിപ്പിച്ച മുഹാജിറുകൾ, അൻസാറുകൾ, ബൈഅത്തുൽ റിദ്വാനിൽ അഥവാ ഹുദൈബിയ മക്കയിലേക്ക് പോകുന്ന ആ സമയത്തിൽ ആ മരത്തിന് ചുവട്ടിൽ നിന്ന് ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്ത, അഥവാ അള്ളാഹു ഖുർആനിലൂടെയും ഹദീസിലൂടെയൊക്കെ പുകഴ്ത്തി പറഞ്ഞ ഈ ഉമ്മത്തിലെ ഏറ്റവും പ്രസിദ്ധരായ സ്വഹാബിമാരുണ്ട്. അവരെല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ് ബൈഅത്ത് ചെയ്യാൻ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ബൈഅത്ത് എന്ന് പറയും. അഥവാ ഇജ്മാ ആണ്. ഖുർആനും സുന്നത്തും ഇത് രണ്ടും ഇങ്ങനെ തന്നെയാണ് എന്നത് എല്ലാവരും ഒരേ രൂപത്തിൽ മനസ്സിലാക്കി എല്ലാവരും ഒരേപോലെ അംഗീകരിച്ചാണ് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ബൈഅത്ത്. അതുകൊണ്ട് തന്നെ അതിൽ ആർക്കാണ് തർക്കമുണ്ടാക്കാനുള്ള അവകാശം എന്ന് ചോദിച്ച പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഖുർആനും സുന്നത്തും ഇജ്മാവും ഇസ്ലാമിക പ്രമാണങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെയും കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതോടുകൂടി നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സീറയുടെ ചരിത്രത്തിൻ്റെ ഒരു ഘട്ടം നമ്മളിവിടെ ഇവിടെ വെച്ച് നമ്മൾ ചരിത്ര ഒരു കഥനം ഇവിടെ നിർത്തുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ക്ലാസ്സുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു സീറ കഥനത്തിൽ പറഞ്ഞു പോകാൻ കഴിയാത്ത ചില ഗ്യാപ്പുകളുണ്ടാവും, ചില ഏരിയകളുണ്ടാവും. പ്രവാചകനുമായി ബന്ധപ്പെട്ട പ്രത്യേകം ചില ആളുകളോടുള്ള പ്രവാചകൻ്റെ പെരുമാറ്റങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങൾ, ചില മാനദണ്ഡങ്ങൾ വെച്ചുള്ള സന്ദർഭങ്ങൾ, പ്രവാചകൻ്റെ ശരീരപ്രകൃതം, അതുപോലെ തന്നെ പ്രവാചകൻ ഉപയോഗിച്ച വസ്തുക്കൾ, അങ്ങനെ തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ചില ഒരു സീറയിൽ ഇങ്ങനെ ഒരു പക്ഷേ നമുക്ക് എണ്ണി പറഞ്ഞു പോകാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ആ ഗ്യാപ്പ് കൂടി ഫില്ല് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ചരിത്രം എന്ന നിലക്കുള്ള ഒരു തുടർച്ചയായ ഒരു കഥനം നമ്മളിവിടെ വെച്ച് താൽക്കാലികമായി ഒന്ന് നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്നതിലും അപ്പുറത്ത് ജീവിതത്തിൽ പുലർത്താനും അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ ജീവിതത്തിൽ അണുകിട തെറ്റാതെ മുറുകെ പിടിക്കാനും അതേ ആദർശവും അതേ നയനിലപാടുകളുമായി മരണം വരെ മുന്നോട്ട് പോകാനും നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ആദർശവും അതേ ചര്യകളും അതേ സ്വഭാവവും മര്യാദയും ഒക്കെ ജീവിതത്തിൽ പുലർത്തിയ നല്ല പ്രവാചക അനുയായികളായി അള്ളാഹുവിനെ കണ്ടുമുട്ടാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടാനും ഒക്കെ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വഹദാ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.